ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവന്റെ പരമാധികാരത്തിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെന്തക്കോസ്ത് വിശ്വാസികൾ ആ പേര് പറയുന്നതിൽ തെറ്റിദ്ധരിക്കേണ്ട. ശേഷം ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ക്രൈസ്തവ ലേബലൊട്ടിച്ച അനവധി പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അതിന്റെ ചിന്തകന്മാരും അതിന്റെ പ്രാണേതാക്കളും ഞങ്ങളെ പേപ്പട്ടിയെ പോലെ വേട്ടയാടുന്ന അന്വസ്ഥാവിശേഷങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ വ്യതിരിക്തത എന്തെന്ന് ഈ ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരുപോലെ സുവിശേഷ നിഷേധികൾക്കും ഞങ്ങളുടെ സഹകാരികളായ ക്രൈസ്തവ സമൂഹത്തിനും ഞങ്ങൾ ശത്രുക്കളായി മാറുന്ന കാഴ്ച എന്താണ് അതിന്റെ പിന്നിലെ സാങ്കത്യം, എന്താണ് അതിന്റെ പിന്നിലെ കാരണം, അതെന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട്. എന്റെ ബഹുമാന്യ സുഹൃത്തുക്കളെ, ക്രിസ്ത്യാനിത്വം ഒരു മതത്തിന്റെ പേരല്ല. ക്രിസ്ത്യാനിത്വം ഏതെങ്കിലും പാരമ്പര്യത്തിന്റെ പേരല്ല. ക്രിസ്ത്യാനിത്വം വാസ്തവത്തിൽ ഒരു ജീവിതചര്യയുടെ പേരാണ്, ഒരു ലൈഫ് സ്റ്റൈലിന്റെ പേരാണ്. ആ ലൈഫ് സ്റ്റൈൽ എന്തെന്ന് ഞങ്ങൾ ഉലകത്തോട് വിളിച്ചു പറയാ. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണഭൂതനായ ഒരു നാഥൻ, ഈ പ്രപഞ്ചം മുഴുവൻ ഒരുവനാൽ ഉളവാക്കപ്പെട്ടു, ഒരു ദൈവം ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ നിലകൊള്ളുന്നു എന്ന ഏക സത്യ ദൈവ വിശ്വാസമാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ദൈവം ഒരുവനാണെന്നുള്ള വിശ്വാസം, മനുഷ്യരാശി ഒരു മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണെന്നുള്ള വിശ്വാസം, ഒരു സൂര്യന് കീഴെ, ഒരു ചന്ദ്രന് കീഴെ, ഒരു പ്രപഞ്ചത്തിൽ, ഒരു സമുദ്രത്തിൽ മനുഷ്യജാതി ഏകം 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 എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യൻ മനുഷ്യനായിരിക്കണമെന്ന ഉത്കൃഷ്ടവും ഉദാത്തമായ ബോധം ജനഹൃദയങ്ങളെ പഠിപ്പിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു സമൂഹം. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതെങ്കിലും സ്ഥലത്തിനോ കാലത്തിനോ വിധേയമല്ല. സ്ഥലകാല സീമകൾക്ക് അതീതനായ, ആത്യന്തികനായ, സനാതനനായ, സത്യസന്ധനായ, എന്നേക്കും നിലകൊള്ളുന്ന, സർവ്വവ്യാപിയായ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന, മനുഷ്യരാരും കണ്ടിട്ടില്ലാത്ത, കാണാൻ സാധ്യമല്ലാത്ത, ആരാധ്യനായ ഒരേ ഒരുവനെന്ന് ഉലകത്തോട് വിളിച്ചു പറയുന്ന മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മാർഗമെങ്കിൽ ആ യേശുവിനെ കണ്ടെത്തി നമുക്ക് ഒരേ സ്വരത്തിൽ ഒരേ ശബ്ദത്തിൽ അതിന്റെ കാതലായ സാരാംശം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അതുകൊണ്ട് 2000 ആണ്ടുകൾക്കപ്പുറത്ത് മരിച്ചു മൺമറഞ്ഞ ഒരാൾ, ഉയർത്തെഴുന്നേറ്റു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ഒരാൾ മടങ്ങി വന്ന് ഒരു രാജ്യം സ്ഥാപിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭോഷത്വമല്ലേ? പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എങ്കിൽ പൊതുസമൂഹം ഇതൊരു ഭോഷത്വമായി തള്ളിക്കളഞ്ഞാൽ പോരെ. ഒരു ഭോഷ്ക്ക് പറയുന്നതിന് എന്തിനാ ഉപദ്രവിക്കുന്നത്? എന്തിനാ കല്ലെറിയുന്നത്? എന്താ ഞങ്ങളെ ഭയം? എന്താണ് ഈ മാർഗത്തോട് ഇത്ര വിരോധം? ഒരു ഭോഷ്ക്ക് പറയുന്നു എന്ന് കരുതി മുൻകൂർ ജാമ്യം തന്ന് വെറുതെ വിട്ടാൽ പോരെ? 2000 ആണ്ടുകൾ കൊണ്ട് ഞങ്ങൾ ഈ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പിന്നിൽ, ഈ ആശയത്തിന്റെ പിന്നിൽ അണിചേരാൻ 1-2 പേരല്ല ഉണ്ടായത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ആലങ്കാരികമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. യേശു ഇഹലോകത്തിൽ പ്രസംഗിച്ചപ്പോൾ യേശുവിന്റെ പ്രസംഗം കേട്ട് ആകർഷിക്കപ്പെട്ടു വന്നത് ബേത്സയിദ കടൽക്കരയിലെ മീൻ പെറുക്കിയും മീൻ പിടിച്ചും ഉപജീവനം കഴിക്കുന്ന ഒരുപറ്റം സാധുക്കൾ. യേശുവിന്റെ പ്രസംഗം കേട്ട അനവധി ആളുകൾ ആകർഷ്ടരായി. അതിൽ വലിയ വക്കീലന്മാരൊക്കെ ഉണ്ട്, നിക്കോദിമോസിനെ പോലെയുള്ള പ്രഗത്ഭന്മാർ, കരുത്തുറ്റ അനവധി ആളുകൾ ഉണ്ടെങ്കിലും യേശു അവരെ ആരെയും അല്ല തിരഞ്ഞെടുത്തത്. 70 ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. ആ 70 ശിഷ്യന്മാരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. ആ 12 പേരെ കണ്ടിട്ട് യഹൂദമതവും അക്കാലഘട്ടത്തിലെ മറ്റ് പരീക്ഷ പ്രമാണികളും ഒക്കെ ചിന്തിച്ചു. റോമൻ മതത്തിന്റെ ചിന്തകന്മാരും റോമൻ ഭരണകൂടവും ചിന്തിച്ചു, യേശു എന്ന ഈ മനുഷ്യനെ ഞങ്ങൾ വകവരുത്തുന്നതോടുകൂടെ ഈ മാർഗം ഇവിടെ തീർന്നു കിട്ടും. ആ ചിന്തിച്ചതിൽ യുക്തിയുടെ പിൻബലമുണ്ടായിരുന്നു. ആ ചിന്തിച്ചതിൽ ശാസ്ത്രീയ വിശകലനം ഉണ്ടായിരുന്നു. എന്താണ് കാരണം? യേശു എന്നൊരു മനുഷ്യൻ, പാർക്കാൻ ഇടമില്ലാത്തവൻ, സഞ്ചരിക്കാൻ ഒരു കഴുത സ്വന്തമില്ലാത്തവൻ, ഒരു കാള പോലും കഴുതയോ കാളയോ കുതിരയോ സ്വന്തമില്ലാത്ത, കയ്യിൽ ഒരു പിടി നാണയമില്ലാത്ത ഒരു സാധാരണക്കാരൻ. മാത്രമല്ല, അവൻ ഒരു പുസ്തകം എഴുതിയില്ല, അവൻ ഒരു പാട്ടെഴുതിയില്ല, അവൻ ഇഹലോകഘട്ടത്തിൽ കാണാൻ പാകത്തിനൊരു ഏതെങ്കിലും സ്ഥാപനം ഉണ്ടാക്കിയില്ല, ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കിയില്ല. മരത്തണലിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി, കടൽക്കരയിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി, കിട്ടുന്ന ഇടങ്ങളിലൊക്കെ നിന്നുകൊണ്ട് വരുവാനിരിക്കുന്ന ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ തന്റെ വചനം ശരിയെന്ന് തെളിയിക്കുകയും ചെയ്ത ആ പ്രസംഗത്തിന്റെ പിന്നിൽ അധികമാളെ കിട്ടില്ല എന്ന് ലോകം നിശ്ചയിച്ചുറപ്പിച്ച് ക്രിസ്ത്യാനിത്വം അതിന്റെ ആ പഠനത്തിന്റെയും വിശകലനത്തിന്റെയും പ്രാഥമിക ഘട്ടത്തിൽ യേശു പ്രസംഗം തുടങ്ങി കഷ്ടിച്ച് 1000 ദിവസം പിന്നിട്ടില്ല. 1000 ദിവസം പിന്നിടും മുമ്പ് അവനെ തകർത്തുകൊണ്ട്, അവനെ കൊന്നു കൊലമരത്തിൽ തൂക്കിക്കൊണ്ട് ഉലകം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ അവനെ കൊന്നു, ഞങ്ങൾ ഈ മാർഗത്തെ മുടിച്ചു, ഞങ്ങൾ ഈ നാമത്തെ നശിപ്പിച്ചു, ഇനി ഒരിക്കലും ഉയരാതെ വണ്ണം ഞങ്ങൾ ഇതിനെ നിഷ്പ്രഭമാക്കുമെന്ന് വെല്ലുവിളിച്ച സ്ഥാനത്ത് പ്രപഞ്ചത്തിന്റെ 5 വൻകരകളിലും പറന്ന് പന്തലിച്ചിരിക്കുന്ന അജയ്യമായൊരു നാമവും ഒരേ ഒരു വിഷയവും ഉണ്ടെങ്കിൽ അത് സനാതന യേശുക്രിസ്തുവിന്റെ സുവിശേഷമായതിന്റെ പിന്നിലെ ചേതോ വികാരമെന്തെന്ന് ഉലകമേ പഠിക്കുക, ഉലകമേ മനസ്സിലാക്കുക. ഞാൻ പറയും, അവൻ ഒരു പുസ്തകം എഴുതിയില്ല, പക്ഷെ ലോകത്ത് ഏറ്റവും അധികം പുസ്തകം എഴുതിയത് അവനെ കുറിച്ച്
കുറിച്ചായിരുന്നു. അവനൊരു പാട്ടെഴുതിയില്ല. ലോകത്ത് ഏറ്റവും അധികം പാട്ടുകൾ പിറവി കൊണ്ടത് അവനെ കുറിച്ചായിരുന്നു. അവൻ പാട്ടെഴുതിയില്ല, അവൻ പുസ്തകം എഴുതിയില്ല, അവൻ കൃതി രചിച്ചില്ല. ഉലകമാസകലം ഉദ്ഘോഷിക്കപ്പെടുന്ന ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമെങ്കിൽ ഈ കരിപ്ര നിവാസികളും ഇന്ന് രാത്രി യോഗം തിരുന്നതിനൊപ്പം ഈ മഹാസഖ്യത്തിന്റെ പിന്നിൽ, ഈ മഹാജനസമൂഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് യേശുവിനെ ഉയർത്താൻ ഒരു നിമിഷം ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഇതുവരെ അറിയാത്ത ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം, ഇതുവരെ അറിയാത്ത ജീവിതത്തിന്റെ മനോഹാരിതയും അതിന്റെ ലക്ഷ്യബോധം എന്തെന്ന് നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു യേശുവിനെ ഉയർത്തിക്കൊണ്ട് പറയാം, ഇവനെപ്പോലെ ആരാധ്യനായ, അവനെപ്പോലെ സ്വീകാര്യനായ ഒരു രക്ഷിതാവും ഉലകത്തിലില്ല. അതത്രേ സുവിശേഷത്തിന്റെ കാതൽ, അതിന്റെ ഉള്ളടക്കം. ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവ് യേശുക്രിസ്തു ആരാ? യേശുക്രിസ്തു എന്താണ് അവിടുത്തെ സവിശേഷത? യേശുവിനെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ പ്രസംഗിക്കാൻ കാരണമെന്ത്? അതൊക്കെ സവിസ്തരം പറയേണ്ടതുണ്ട്. പക്ഷെ നമുക്ക് നിയതമായ ഒരു വിഷയത്തെ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം നമ്മുടെ പഠനവും വിശകലനവും പുരോഗമിക്കാൻ. സന്തോഷമല്ലേ? സ്തോത്രം. അപ്പൊ നമുക്ക് ആ വായനാഭാഗം കൂടി ഒന്ന് പരിശോധിച്ചു പോകാം. ഒന്നുകൂടി വായിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെട്ടും ഏവർക്കും വായിച്ചിട്ട്. യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുമ്പോളും നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മതി. ഈ വചനത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. ഇതൊക്കെ നീ ചെയ്തിട്ടും കോഴി തന്റെ മക്കളെ മാറോട് ചുരുക്കും പോലെ, ചിറകടിയിൽ സൂക്ഷിക്കും പോലെ നിന്നെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ട് പോകുകയാണ്. അതൊരു തോൽവിയല്ലേ? പക്ഷെ യേശുവിനെ കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയും, ജീവിതത്തിൽ തോൽവി അറിയാത്തവന്റെ പേരാണ് യേശു. ഒരിക്കലും തോൽവി അറിയാത്തവൻ. അതുകൊണ്ടൊരു സന്ദേശം കൂടി പറയാം. പലവട്ടം തൊറ്റു തുന്നം പാടിയവനും ജയിക്കാൻ നിന്റെ മുമ്പിൽ ഒരു അവസരം കർത്താവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ഏത് തോൽവിയെയും അതിജീവിക്കാൻ കഴിയുന്ന ജയാളിയായ ദൈവപുത്രൻ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, നാഥാ എനിക്ക് ജയിക്കണം. തൊട്ടതും പിടിച്ചതുമൊക്കെ പരാജയം, എവിടെ പോയാലും തോൽവി, ഒന്നിലും മുന്നേറാനാവാത്ത ജീവിതത്തിന്റെ തിരിച്ചടികൾ, ഭ്രാന്തമായ ഒരു അനുഭവത്തിലേക്ക് തള്ളിയിട്ട് ഒരിക്കലും സന്തോഷമില്ലാത്ത ഇരുണ്ട ഹൃദയത്തോടെ ഒരാളെങ്കിലും ഈ വചനം ശ്രദ്ധിക്കുന്നെങ്കിൽ പറയാം, ഈ വചനം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിന്നെ രക്ഷിക്കുന്ന യേശു ജയാളിയായവനോട് ചേർന്ന് നിൽക്ക്. ഒരു ജയം നിങ്ങൾക്കും അവൻ കരുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആർക്കും പരാജയപ്പെട്ടു പോകാൻ ഇടവരാത്ത വിധം രക്ഷയ്ക്ക് കാരണഭൂതനായ യേശുക്രിസ്തു ജയാളിയായി അരികിലുണ്ടെന്ന് ഓർക്കണം. യെരൂശലേം മഹാനഗരത്തെ നോക്കിയിട്ട് പറയുക, ഞാൻ പോവാ, പക്ഷെ പോയ ഞാൻ ഒരു ദിവസം ഇതുവഴി വരും. അന്ന് ഇന്നെന്നെ കല്ലെറിഞ്ഞ് ഓടിക്കുന്ന നിങ്ങൾ വിളിച്ചു പറയും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ അഥവാ വാഴ്ത്തപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുക ഇല്ല. യേശു പറഞ്ഞു, അവിടുന്ന് പിരിയ. ഇതാണ് നമ്മുടെ വിശകലന വിഷയം. ശ്രദ്ധിക്കണം. എന്താണ് ഈ യെരൂശലേം? ഊർ എന്നും ഷാലോം എന്നുമുള്ള രണ്ട് എബ്രായ പദങ്ങളുടെ സമന്വയം ഊർ ഷാലോം. അതിൻ്റെ ഇംഗ്ലീഷ് ലിപ്യന്തരീകരണമാണ് ജെറൂസലേം. അതിനോട് ശരിയായി ചേർന്ന് നിൽക്കുന്നത് മലയാളത്തിലെ നമ്മുടെ ഉച്ചാരണമാണ്. എന്തെന്നാ? യെരൂശലേം. അല്ല, സായിപ്പ് പറഞ്ഞല്ല ശരി, നമ്മൾ പറഞ്ഞാണ് ശരി. മലയാളം ബൈബിളാണ് ഇംഗ്ലീഷ് ബൈബിളിനേക്കാൾ പരിഭാഷ കൊണ്ട് മൂലഭാഷയോട് നീതി പുലർത്തുന്നത്. ഞാൻ മലയാളം ബൈബിളിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് എല്ലാ സംവാദങ്ങളിലും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അങ്ങനെ കിടന്നോട്ട്. ബട്ട് മലയാളം ബൈബിൾ ഈസ് കൂടുതൽ കൂടുതൽ വസ്തുതാപരം. എന്തേ കാര്യം? അതുകൂടി ഒന്ന് തിരുത്തി പോകാം. യേശു തൻ്റെ അരിമശിഷ്യനായ മത്തായിയെ വിളിച്ചത് മത്തായി എന്നാണ്, അല്ലാതെ മാത്യു എന്നല്ല. മത്തായി കേട്ടല്ലോ. യോഹന്നാനെ വിളിച്ചു യുഹാന, ഇംഗ്ലീഷുകാരൻ വിളിച്ചു ജോൺ, ഒരു ബന്ധമില്ലാത്ത പേരാണ്. യാക്കോബിനെ വിളിച്ചു യാക്കൂബ്, നമ്മൾ വിളിച്ചു യാക്കോബ്. പിന്നെ
ഇംഗ്ലീഷുകാരൻ വിളിച്ചു ജേക്കബ്, ചില ജെയിംസ് എന്നും വിളിച്ചു. പോട്ടെ, ഒരു ബന്ധമില്ല. ഇതൊക്കെ പോട്ടെ, വലിയൊരു തെറ്റുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ശരി പേരെന്താണ്? ശരിയായിട്ട് യേശുവിനെ വിളിക്കേണ്ടത് യഹശ്വ. എങ്ങനെയാണ്? യഹശ്വ, യാഹ്വേ, യാശ്വ. രണ്ട് എബ്രായ പദങ്ങൾ ചേരണം. യാഹ്വേ, യാശ്വ, യഹോവ രക്ഷിക്കുന്നു എന്നർത്ഥം. യഹോവ രക്ഷകൻ. മനസ്സിലായോ? അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രയോഗം യേശു. കുറെ കൂടി കൃത്യതയോടെ പറയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളാണ് യേശു. അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് നമ്മൾ പറയും കുഞ്ഞെ അങ്ങനെ പറയരുത് യേശു. നമ്മളെ തെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് പറഞ്ഞ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ നമ്മളാകണം. യേശു, അതാണ് ശരി. യശ്വ. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത ഒരു പ്രയോഗം സായിപ്പിട്ടു കർത്താവിന്. ജീസസ്. നമ്മൾ തന്നെ കണ്ടിട്ട് വല്ലാതെ ആത്മനിറവ് ഉണ്ടെന്നൊക്കെ പറയുന്നതിൽ ആളുകൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഓ ജീസസ് എന്ന് പറയുന്നത് കണ്ടു. വണ്ടിക്കും ആൾക്കാർ ഈ പേരിട്ടു ജീസസ് എന്ന്. കൂടുതൽ ഈ റാന്നി വഴിയൊക്കെ പോകുമ്പോഴാണ് ജീസസ് എന്നുള്ള പേര് ഒത്തിരി കേൾക്കുന്നത്. പക്ഷേ ക്രൈസ്തവ സമൂഹം ഒത്തിരി ഉള്ളതുകൊണ്ട് അല്ലാണ്ട് ഭാഗ്യം പരീക്ഷിച്ച് വണ്ടിക്കിട്ട പേരാക്കണം ജീസസ്. ആ പേരിട്ട കളക്ഷൻ കൂടുതൽ കിട്ടുമെന്നൊക്കെ തോന്നിക്കാണും. പക്ഷേ എപ്പോൾ ഈ റാന്നി നിന്നാലും കേൾക്കാൻ ജീസസ് സ്റ്റാൻഡ് വിട്ടു പോകണം. നേരത്തെ കാലത്ത് ചെല്ലതില്ല, മറ്റു വണ്ടിക്കെല്ലാം പാര. ചുരുക്കത്തിൽ ഈ പേര് നീ ഇടാതിരിക്കല്ലേ ഭംഗി. പോട്ടെ, അപ്പൊ നമുക്ക് ഊർശാലോമിലേക്ക് വരാം. ഊറെന്നും ശാലോമെന്നും പേരായിട്ടുള്ള രണ്ട് പദങ്ങളുടെ സമന്വയം. ഊർശാലോം സമാധാനത്തിന്റെ പട്ടണം എന്നർത്ഥം. ഊര പട്ടണം, ശാലോം സമാധാനം. അറബിക്കിലെ സലാമാണ്, ഹീബ്രുവിലെ ഷാലോം. പോട്ടെ, സമാധാനത്തിന്റെ പട്ടണം എന്നർത്ഥമുണ്ട്. പക്ഷെ പ്രബലങ്ങളായ 50-ൽ പരം യുദ്ധങ്ങൾ, സ്ത്രീകളും പിഞ്ചോമനകളും വയോവൃദ്ധന്മാരും നിരവധി വീണു മരിച്ച സ്ഥലം, ആയിരക്കണക്കിന് പടയാളികളുടെ ചോര ചിന്തിയ മണ്ണ്, അശൂർബാനിപ്പാളും പ്രസിദ്ധനായ നെബൂഖദ്നേസറും പിൽക്കാലഘട്ടത്തിൽ അലക്സാണ്ടർ ദ ഗ്രേറ്റും ഭാരതന്മാരായ റോമൻ പടയാളികളും പലയാവർത്തി അടിച്ച് തകർത്തു നാമാവശേഷമാക്കിയ മണ്ണ്, അലക്സാണ്ടർ പോലെയുള്ള പ്രഗത്ഭന്മാരുടെ തേരോട്ടങ്ങൾ പലയാവർത്തി നടന്ന മണ്ണ്, ഓട്ടോമൻ തുർക്കികളും ഒടുവിൽ ബ്രിട്ടീഷുകാരുമൊക്കെ ആധിപത്യം ചെലുത്തിയ മണ്ണ്. അങ്ങനെ ലോകഭാഷകലം ഇന്നോളമുള്ള മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ചോരയുടെ കറവല്ലാതെ പുരണ്ട മണ്ണ്, ചരിത്രത്തിൽ ചോര പുതച്ചുറങ്ങുന്ന മണ്ണ്. അതാണ് ഊർശാലോം എന്ന ജെറുസലേം. ആ ജെറുസലേമിൽ അല്പകാലത്തേക്കെങ്കിലും സമാധാനമുണ്ടായിരുന്നെങ്കിൽ അത് ദാവീദ് ഭരിച്ച ഏതാനും വർഷങ്ങളാണ്. പിന്നെ സമാധാനം എന്തെന്ന് അവരറിഞ്ഞിട്ടില്ല. എന്നും യുദ്ധമാണ്. ഞാൻ പ്രസംഗിക്കുന്ന രാത്രിയിലും ആ നാടിന്റെ സ്ഥിതിവിശേഷം വ്യത്യസ്തമല്ല. ആ നാടിലെ ആളുകളുടെ ജീവിതാവസ്ഥ, കൂടെ പാർക്കുന്ന പാലസ്തീനിയൻ അഭയാർത്ഥികളുടെയും മറ്റും ജീവിതാവസ്ഥ ദുസ്സഹമാണ്. തോക്കിന്റെ ഗർജനം, സദാ ചോരച്ചൊരിച്ചിൽ, മിസൈലുകളുടെ ആക്രമണം, ഷെല്ലാക്രമണങ്ങൾ, പതിവായി സ്ത്രീകളും പിഞ്ചോമനകളും പടയാളികളും സൈനിക മേധാവികളും ഒക്കെ മരിക്കുന്ന ഇടം. എന്നും പ്രശ്നാധിഷ്ഠിതമായ ചരിത്രത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി. ചരിത്രത്തിലെ ഏറ്റവും വലിയ തർക്കഭൂമി എക്കാലഘട്ടത്തിൽ യെരൂശലേമായിരുന്നു. ലോക രാഷ്ട്രീയത്തെ രണ്ട് ശാക്തിക ചേരികളായി വെട്ടിപ്പിളരാൻ പാകത്തിനുള്ള രാഷ്ട്രീയ ചിന്തകളുടെ മത വിദ്വേഷ ചിന്തകളുടെ ബീജം വീണുകിടക്കുന്ന സ്ഥലമാണ് യെരൂശലേം എന്ന് പറയുക. ആ യെരൂശലേമിനെ പ്രസിദ്ധമാക്കുന്ന ഘടകം എന്താണ്? യെരൂശലേം ഏറ്റവും പ്രസിദ്ധമായത് അവിടെ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു ദേവാലയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ്. ആ ദേവാലയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. യെരൂശലേം ദേവാലയം. ആ ദേവാലയത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. സെമിറ്റിക് മതങ്ങളെന്ന് ലോകം വിളിക്കുന്ന, ഏക ദൈവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന, വിഗ്രഹാരാധന ഇല്ലാത്ത ഒരു ദൈവം ഉലകത്തെ പഠിപ്പിക്കുന്ന, അതിന്റെ മുഴുവൻ പ്രധാനപ്പെട്ട വേരുകൾ ആണ്ടുകിടക്കുന്ന യഹൂദമതത്തിന്റെ ദേവാലയമായിരുന്നു യെരൂശലേമിലെ ദേവാലയം. ആ ദേവാലയത്തിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദം ഇതായിരുന്നു: ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ഏകസത്യ ദൈവത്തെക്കുറിച്ച് ഉലകത്തെ പഠിപ്പിച്ചു തുടങ്ങിയ ഉജ്ജ്വലമായ ആധ്യാത്മികതയുടെ അടിസ്ഥാനമായിരുന്നു ആ സ്ഥലം. ആ സ്ഥലത്തെ പഠനവും പ്രഖ്യാപനവുമെല്ലാം ഏകസത്യ ദൈവത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ ആ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ അന്വേഷണങ്ങളും പഠനങ്ങളും ജാഗരണങ്ങളും കുറെ കഴിഞ്ഞ് വഴിതെറ്റി. അവരെ ചിലർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുനിഞ്ഞു. അവരെ ചിലർ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾ ചെയ്തു വരുന്നത് പോലെ ദുഷ്കർമ്മികളായി മാറി. പുരോഹിതന്മാർ അഹങ്കാരികളായി മാറിക്കൊണ്ട് ജനത്തെ വഴിവിട്ട നിലയിലേക്ക് നയിച്ചു. ഒടുവിൽ
ദൈവം അവരെ ശിക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സത്യസന്ധമായ വചനത്തിന്റെ വിപരീത ദിശയിൽ പോകുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ആ സ്ഥിതിക്കെതിരെ ന്യായവിധി അയച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾക്ക് ശുഭത തരണമേ, ഞങ്ങൾക്കൊരു ശുഭകാലം തരണമേ. ആക്രമണത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും ചോരച്ചെരിച്ചിലിന്റെയും നടുവിൽ ഇനിയും ഹോമിക്കാൻ ഇടവരാത്ത വിധം ഞങ്ങൾക്കൊരു ശുഭകാലം തരണമേ. നീയാണ് ഞങ്ങളുടെ രക്ഷകൻ, അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളോട് മനസ്സലിയണമേ. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി പ്രവാചകന്മാർ ദീർഘദർശനം ചെയ്തു. ഒരു രാജാവ് നീതിയോടെ വാഴാൻ വരും, ഒരുവൻ ഇഹലോകത്തിലേക്ക് വരും, ഒരുവൻ ജനരൂപമെടുത്ത് നിങ്ങൾക്കരികിലേക്ക് വരും. അവൻ അത്ഭുത ആലോചനക്കാരനായിരിക്കും, അവൻ വീരനാം ദൈവമായിരിക്കും, അവൻ നിത്യതയുടെ പിതാവായിരിക്കും, അവൻ സമാധാന പ്രഭുവായിരിക്കും. അന്തമില്ലാത്ത ഒരു രാജ്യത്തിന്റെ അവകാശിയായി ദാവീദിൻ കുലത്തിൽ പിറവി കൊണ്ടവനായി ഉലകത്തെ ഭരിക്കുന്ന ദൈവപുത്രന്റെ ആഗമനം പ്രവാചകന്മാർ പ്രവചിച്ചു. ഇതാ അവൻ വരാൻ പോകുന്നു, വരാൻ പോകുന്നു, വരാൻ പോകുന്നു എന്ന സൂചന നൽകിക്കൊണ്ട് പഴയ നിയമം എന്ന് വീക്ഷിക്കുന്ന ബൈബിൾ അതിന്റെ എഴുത്ത് പൂർത്തീകരിച്ചു. ചുരുക്കത്തിൽ ഞങ്ങൾ ബൈബിളിനെ പഴയ നിയമവും പുതിയ നിയമം എന്ന് പറയാൻ കാരണം അതൊരു വഴിത്തിരിവാണ്. പഴയ നിയമം മുഴുവൻ പറഞ്ഞു ഒരുവൻ വരാൻ പോകുന്നു, ഒരുവൻ വരാൻ പോകുന്നു, ഒരുവൻ വരാൻ പോകുന്നു. പുതിയ നിയമം വിളിച്ചു പറഞ്ഞു അവൻ വന്നു കഴിഞ്ഞു, അവൻ വന്നിരിക്കുന്നു, അവൻ വന്നിരിക്കുന്നു. ഇതാ പുതിയ നിയമത്തിന്റെ സന്ദേശം. റോമനാധിപത്യത്തിൽ ഞെരുങ്ങിക്കഴിഞ്ഞ ഇസ്രയേലിന്റെ നടുവിലേക്കാണ് യേശു ജഡമെടുത്തു വരുന്നത്. ആ യേശുവിനെ കുറിച്ച് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ ന്യായപ്രമാണത്തിൽ ഞങ്ങൾ വായിച്ചിട്ട് ഒരുവൻ വരാൻ പോകുന്നു, വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. പക്ഷേ അവനെ ഞങ്ങൾക്ക് കാണണം, അവനെ ഞങ്ങൾക്ക് ആസ്വദിക്കണം, അവനോട് ചേർന്ന് ഞങ്ങൾക്ക് ജീവിക്കണം. അവനെ കാണാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണം. ഞങ്ങളുടെ കണ്ണ് തുറന്നട്ടെ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ കാണുവാൻ ഞങ്ങളുടെ കണ്ണ് തുറക്കണം. ഇപ്പോഴും പാട്ടുകാർ അത്രയും പാട്ടൊക്കെ പാടാറുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തൊരു പാട്ടാണ്, കാരണം നമ്മളത് കണ്ടു കഴിഞ്ഞവരാണ്. എനിക്ക് പാട്ടിനോടൊന്നും വിരോധമുള്ള ആളല്ല. ചില ഉള്ളടക്കങ്ങളോട് വല്ലാതെ വിയോജിപ്പുണ്ട്. പാഹിമാൻ ദേവദേവ എന്നൊരു പാട്ടുണ്ട്, പേരിന് പോലും യേശു ക്രിസ്തു ഇല്ലതിൽ, യഹോവ ഇല്ലതിൽ, ദൈവം ഇല്ലതിൽ. ആർക്കും വേണ്ടിയും പാടാം. ഒരു സർവ്വമത പാട്ടാ. ഞാൻ ഒറ്റയ്ക്ക് ഇതിനെതിരെയൊക്കെ പോരാടിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. കുറേ പേരെങ്കിലും എൻ്റെ കൂടെ കൂടുന്ന പ്രതീക്ഷ. ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല. മനസ്സിലാവുമോ നിങ്ങൾക്ക്? ഈ പാട്ട് ആർക്കും പാടാം. ഈ സ്റ്റുഡിയോയിൽ ചിലതിൽ ഉടുപ്പ് വെച്ചിട്ടുണ്ട്, കോട്ട് വെച്ചിരിക്കുക, കോട്ടിട്ട് ഫോട്ടോ എടുക്കാൻ. അത് 6 വയസ്സുകാരനും ഇടിക്കും, 60 വയസ്സുകാരനും ഇടിക്കും, 80 വയസ്സുകാരനും ഇടിക്കും. എല്ലാവർക്കും ചേരുന്ന ഉടുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചേരുന്ന പാട്ടാണ് ഇത്തരം കുറേ പാട്ടുകൾ. പോട്ടെ, ഇപ്പോൾ അത് പറഞ്ഞാൽ അന്തരീക്ഷം ആകപ്പാടെ മോശമാകും. അതുകൊണ്ട് തന്നെയല്ല മാനുവൽ പാസ്റ്ററൊക്കെ ഒരു ക്ലാസിക്കൽ സംഗീത സ്പർശമുള്ള ആളുകളെ നന്നായിട്ട് പാടും. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഒത്തിരി പ്രയാസം ഉണ്ടാകുകൊണ്ട് ആ വഴിയൊന്നും പോകുന്നില്ല. പോട്ടെ, സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം പാട്ടുകളിലെ ദുരുപദേശങ്ങൾ ഭീകര ചില പാട്ടിൽ ചിലത് പ്രസക്തമല്ല. ഓർത്തപ്പോൾ ഒന്നുകൂടി ഇപ്പോൾ അടുത്ത കാലത്തൊരു പാട്ട് കേട്ടല്ലോ, തീ പോലെ അടിക്കണേ, കാറ്റ് പോലെ വരണേ, പാമ്പ് പോലെ വേണേണേ എന്നൊക്കെ പറഞ്ഞ് പുതിയ പാട്ടുകൾ നമ്മൾ ഒത്തിരി കേൾക്കുന്നുണ്ട്. സ്തോത്രം. ഇത്തരം പാട്ടുകളൊക്കെ വരുമ്പോൾ ഭക്തൻ അവൻ്റെ പാട്ടിന് പോക്കണം. കാരണം എന്താ? ബൈബിളികമായിരിക്കണം പാട്ട്, ഉപദേശപരമായിരിക്കണം പാട്ട്. സംഗീതത്തിൻ്റെ ചിട്ടയോടും അതിൻ്റെ രീതികളോടും പുലർത്തുന്ന കാർക്കശ്യം വചനത്തിൻ്റെ ഉപദേശത്തോട് പുലർത്താനും ഉള്ള ആത്മാർത്ഥത കാണിച്ചിരിക്കണം. വേണ്ടേ? നിങ്ങൾക്ക് സന്തോഷമില്ല? തിരിച്ചു വചനക്ക് ഈ ബൈബിള് തെറ്റിയോ എന്നുള്ള വിഷയമല്ല, അവരെ പാട്ട് തെറ്റിയോ എന്നുള്ള വിഷയം. പാട്ട് കറക്റ്റായിരിക്കണം, അതാണ്. പോട്ടെ. പക്ഷെ തിരുവഴുത്താണ് പ്രധാനം, അതിനു വേണ്ടി നിലകൊള്ളണം. ശരിയല്ലേ? പറഞ്ഞു വന്നത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞല്ല. ബഹുമാന്യനായ മാനുവൽ പാസ്റ്ററുമൊക്കെ ഉപദേശത്തിൽ അടിയുറച്ചു പോകുന്ന ആളുകളാണ്. പുതിയ പാട്ടുകളും പുതിയ ചിന്തകളും ഒക്കെ പിറവി കൊള്ളണം, കാലാനുസൃതം. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്തിനാണ് ഇത്തരം പറഞ്ഞത്? ന്യായപ്രമാണത്തിൽ അത്ഭുതം കാണാൻ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ച യഹൂദ സഹസ്രങ്ങളുടെ നടുവിലേക്ക് യേശു വന്നു. യേശു വന്ന മാത്രയിൽ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കിളച്ച് പ്രാർത്ഥിച്ചവനുണ്ടല്ലോ, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക് പ്രാർത്ഥിച്ചവൻ യേശുവിനെ നേരിട്ട് കണ്ടപ്പോൾ വിളിക്കുക, ശാസ്ത്രമറിയാത്തവൻ ദാ വരുന്നു, വിവരദോഷി ദാ വരുന്നു, തച്ചന്റെ മകൻ ദാ വരുന്നു, അറിവില്ലാത്തവൻ ദാ വരുന്നു. നിന്റെ ഈ പ്രാർത്ഥന കൊണ്ട് എന്താ ഗുണം? തലയിന്ന് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക, വരണേ വരണേ, വെളിപ്പെടുത്തണമേ, ന്യായപ്രമാണത്തിലെ അത്ഭുതം കാണണേ, കാണണേ, കാണണേ. ലോകത്തൊറ്റമധികം ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, നിന്റെ രാജ്യം വരണേ. ഒരു ദിവസം അതിന് വരും, വന്നിട്ട് ചോദിക്കും കയറുന്നില്ലേ? മനസ്സിലായോ? കാര്യങ്ങൾ കിടപ്പോൾ ഒരു ദിവസം ആ രാജ്യം ഇഞ്ഞ് വരും, വന്നിട്ട് ചോദിക്കും കയറുന്നില്ലേ? ചുമ്മാതൊന്നും കയറാൻ പറ്റില്ല. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, യേശുവിനെ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ, നിമജ്ജന സ്നാനം കൈക്കൊള്ളുന്നില്ലെങ്കിൽ, ആത്മനിറവിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് ജീവിതം ഏൽപ്പിക്കുന്നില്ലെങ്കിൽ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീരപ്രവൃത്തികൾ 2000 ആണ്ടുകൾക്കപ്പുറത്ത് അവൻ എന്ത് ചെയ്തുവോ
അതേ ശക്തിയോടെ, അതേ കൃപയോടെ, അതേ നിറവോടെ ഇന്നും അവൻ പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ ഗന്ധം പോലും കിട്ടില്ല. കാരണം ആ ദൈവരാജ്യം ശക്തിയിലത്രേ ആകുന്നു. ഹല്ലേലൂയ. അത് പ്യുവർ വേർഡ്സ് മാത്രമല്ല, വാക്കുകൾ മാത്രമല്ല, അത് ശക്തിയിലത്രേ ആകുന്നു. മനസ്സിലായോ? അപ്പോൾ ഇവറ്റകൾ ഇങ്ങനെ ആക്ഷേപിച്ചപ്പോൾ ഒരാലയത്തിന്റെ മഹത്വം എന്താ? ഒരാലയത്തിന്റെ വില എന്താ? ഒരാലയത്തിന്റെ വില എത്ര ആളുകൾ അവിടെ കൂടുമെന്നുള്ളതല്ല. ഒരാലയത്തിന്റെ വില, അതിന്റെ മൂല്യം കാണിക്കയായി എത്ര ഉറുപ്പിക അവിടെ കിട്ടുമെന്നുള്ളതല്ല. മാർപ്പതക്കം ധരിച്ച പുരോഹിതനോ നിലയങ്കി ധരിച്ച ശുശ്രൂഷക്കാരോ പാട്ടുപാടുന്ന ഗായക സംഘമോ അല്ല ആലയത്തിന്റെ പ്രസക്തി. ആലയത്തിന്റെ വില ഇതൊന്നുമല്ല. അവിടെ മുതൽ മുടക്കിയ സ്വർണമോ കോടികൾ വിലമതിക്കുന്ന തങ്ക നിലവിളക്കോ അല്ലല്ല അകത്തളത്ത് സൂക്ഷിച്ചിരിക്കുന്ന പെട്ടകമോ, ഇതിനെല്ലാം അപ്പുറത്ത് മറ്റൊരു കാരണമുണ്ട്. ആലയത്തിന്റെ വില, ആലയത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ശെഖേന, ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങുന്ന ദൈവത്തിന്റെ തേജസ്, അതാണ് ആലയത്തിന്റെ വിലയെങ്കിൽ തേജസ് നഷ്ടപ്പെട്ടാൽ ഒരാലയവും ആലയമല്ല. തേജസ് അപ്രസക്തമായാൽ ദൈവത്തിന് ഇറങ്ങി വസിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഒരാലയവും പ്രസക്തമല്ല. അങ്ങനെയെങ്കിൽ സമാഗമന കൂടാരത്തിന്റെ പോലും വില എന്താ? അതിൽ വ്യാപരിച്ച ദൈവ തേജസ്. ഹല്ലേലൂയ. അല്ലാതെ 48 പലകകളിൽ 1.5 മുഴം വീതം പൊന്നു പൊതിഞ്ഞ് നിവരെ നിർത്തിയ പൊന്നിന്റെ മഹത്വമല്ല, വലിച്ചു കെട്ടിയ കയറുകളുടെ മഹത്വമല്ല, തിരശീലകളുടെ മഹത്വമല്ല, കെരൂബുകളെ നിർമ്മിച്ചു വെച്ച അതിന്റെയും മഹത്വമല്ല. അതിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ തേജസ്. പകൽ മേഘസ്തംഭമായി, രാത്രി അത്യത്തൂണായി വഴി നടത്തുന്ന യഹോവേ, അനേകായിരമായ നിന്റെ ജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വസിക്കണമേ, യഹോവേ എഴുന്നള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ആലയത്തെ ആലയമാക്കുന്ന ഘടകം. അല്ലെങ്കിൽ അംബാനി നോക്കിയാലും പണിയാൻ സമാധാനം കൂടാതെ 1000 എണ്ണം കാശ് മതി. മനസ്സിലാകുന്നോ? അംബാനിയും യൂസഫ് അലിയൊക്കെ നോക്കിയാൽ എത്ര ജെറുസലേം ദേവാലയം പണിയാം. ബിൽഗേറ്റ്സ് നോക്കിയാലും പണിയാം. ശരിയല്ലേ? പക്ഷെ ബിൽഗേറ്റ്സ്, അംബാനി, സൂചിമനെ തപസ്സിരുന്നാലും തേജസ് ഇറക്കാൻ നിന്റെ പണം പോരാ, നിന്റെ പാരമ്പര്യം പോരാ, നിന്റെ കഴിവ് പോരാ. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ സ്പർശിക്കുമ്പോൾ യോർദാൻ 2 വഴിപിരിഞ്ഞെങ്കിൽ യോർദാനെ വഴിപിരിച്ച് വിടുവാൻ പണം പോരാ, മറ്റ് സൗകര്യങ്ങൾ പോരാ. പ്രാർത്ഥിക്കുന്നവൻ, ആത്മനിറവുള്ളവൻ, ദൈവത്തെ കാത്തിരിക്കുന്നവൻ, ഞാനോ നീതിയിൽ നിന്റെ മുഖം കാണും, ഞാൻ ഉണരുമ്പോ നിന്റെ രൂപം കണ്ടു തൃപ്തനാകും. ദൈവ സാന്നിധ്യം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ആ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ പൊരുളായവൻ വന്നപ്പോൾ ഇവറ്റകൾ പറയാ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട. യേശു പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ദേ പോകുന്നു ഓർത്ത് അനുഭവിക്കേണ്ട. കാരണം എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ തിരിച്ചറിയും. ഇന്ന് രാത്രി ആ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ ഒരാടായതുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും ഇവിടെ വരെ വരാൻ സാധിച്ചത്. ഏറ്റവും വിലമതിക്കാനാവാത്ത അനുഭവം അത് തന്നെയല്ലേ? യേശുവിന്റെ ശബ്ദം തിരിച്ചറിയുന്നു, യേശുവിന്റെ ശബ്ദം എനിക്ക് തിരിച്ചറിയാം. ആ ശബ്ദങ്ങൾ തമ്മിലുള്ള ഏകീകരണം ഹൃദയത്താൽ തമ്മിൽ ഒട്ടിച്ചപ്പോൾ യേശു നമ്മിൽ നിന്നും അദൃശ്യനായി മാറി നിൽക്കുന്ന വ്യക്തിയല്ല. ഇന്ന് രാത്രി തിരുസാന്നിധ്യം വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ നടുവിലുണ്ട്. അകത്തും പുറത്തുമായി ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യമുള്ള ഇടത്തേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത്. യേശു സാന്നിധ്യം ആ ഹൃദയത്തിൽ വസിക്കട്ടെ. അതിനുവേണ്ടിയാ ഈ പാട്ടും പ്രാർത്ഥനയും ജാഗരണവുമല്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു അവിടെ വിട്ടുപോയി. അപ്പോൾ അതൊന്ന് പറയാനുണ്ട്, ശ്രദ്ധിക്കണം. ഈ യെരൂശലേം എന്ന് പറയുന്ന ആ സിറ്റി, ദേവാലയം ഇരുന്ന സ്ഥലം 8.3 ഏക്കറാണ് വിസ്തൃതി. ഒരു ചെറിയ സ്ഥലം. അതിന് ചുറ്റും ഒരു കോമ്പൗണ്ട് വാളുണ്ടൊരു സംരക്ഷണ മതിൽ. ആ സംരക്ഷണ മതിലിന് ചുറ്റും 8 പ്രധാന വാതിലുകൾ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. 8.3 ഏക്കർ വിസ്തൃതി, ഒരു മനുഷ്യന്റെ കാൽപാദത്തിന്റെ ആകൃതി, 8 ഗോപുരങ്ങളാൽ, 8 ഗേറ്റുകളാൽ വലിയ ഒരു മതിൽ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു പട്ടണം. അതിനകത്താ ദേവാലയം. ഈ കാമ്പൗണ്ട് വാളിന് ചുറ്റും 4 മലകൾ മുട്ടി ഒരുമി നിൽക്കുകയാണ്. 5ാമതൊരു മലയുണ്ട്, അതിനകത്തായി പോയി. ആകെ 5 മലകളാണ്. 5 മലകളിൽ ഒന്നാണ് ഈ യെരൂശലേം എന്ന് പറയുന്ന ദേവാലയം ഇരിക്കുന്ന 8.3 ഏക്കർ ചുറ്റും കിടക്കുന്ന മലകളെക്കുറിച്ച് കൂടി ഞാനിന്ന് പരിചയപ്പെടുത്താം. ഒരു മലയുടെ പേര് നമുക്കെല്ലാം പരിചിതമായ സ്ഥലമാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ച മോറിയ. അടുത്തൊരു മല വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അത് യബൂസ്യനായ ഓർന്നാന്റെ കളം എന്ന പേരിനാൽ അറിയപ്പെട്ടിരുന്നു. ദാവീദ് വിലയ്ക്ക് വാങ്ങിയതാണ്. യബൂസ്യനായ ഓർന്നാന്റെ കളം. ഇനിയും ഒരു മലയുടെ പേര് ഉത്തരഗിരിയായ സിയോൻ. ഇനി അടുത്ത മല
നമുക്കെല്ലാം അറിയാം. അത് ഗോൽഗൊത എന്ന കാൽവറി. കേൾക്കുന്നുണ്ടോ? പക്ഷെ ഈ കാൽവറി എന്ന വാക്ക് മലയാളം ബൈബിളിലില്ല. നമ്മുടെ ടീമിൻ്റെ പേരെങ്ങനെയാണ്, പക്ഷേ മലയാളം ബൈബിളിൽ കാൽവറി എന്നില്ല. അത് ഇംഗ്ലീഷ് ബൈബിളിലേ ഉള്ളൂ. അത് ലാറ്റിൻ വേർഡാണ്, റോമക്കാരൻ്റെ ഭാഷയായ ലാറ്റിൻ. ആ വേർഡാണ് കാൽവറി. അതിൻ്റെ എബ്രായ പദമാണ് ഗോൽഗൊത, തലയോടിടുന്ന ഇടം. തലയോടിടം. ഈ മലയ്ക്കൊരു സ്കള്ളിൻ്റെ, ഒരു തലയോടിൻ്റെ ഷേപ്പുണ്ട്. ഈ കാൽവറി എന്ന മലയുടെ ഉയരം നമ്മളിന്നിരിക്കുന്ന ഈ ആഡിറ്റോറിയത്തിൻ്റെ പൊക്കത്തേക്കാൾ ഒരല്പം കൂടെ കാണും. ആ ഷീറ്റൊക്കെ ഉള്ള അതിൻ്റെ മേൽക്കൂര വരെ ഉണ്ടല്ലോ, അത്രേ ഉള്ളൂ. ഒരു മൊട്ടക്കൊന്ന് കേട്ടിട്ട് നാണം വരുന്നു. ഒരു ചെറിയ മല, അധികം പൊക്കമില്ല. ഈ ഓഡിറ്റോറിയത്തിൻ്റെ പൊക്കം കഷ്ടിച്ചുള്ളൂ ഗോൽഗൊതായ്ക്ക്. അതുകൊണ്ടൊരു കാര്യം സഹോദരിമാർ ചെയ്തോണം, ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കാൽവറി എന്ന് പറഞ്ഞ് വല്ലാതെ വൈബ്രേഷൻ ഇടരുത്. കാരണം അതിനുള്ള വകുപ്പില്ല. ഗോൽഗൊത എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകാതെ മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി കാൽവറി. കാര്യം ഒരു ആത്മീയ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞാലും വകുപ്പില്ലാത്ത കാര്യം പറയണോ? മനസ്സിലായോ? അതിനുള്ള വകുപ്പില്ലച്ച, അതുകൊണ്ടാണ് പറഞ്ഞത് ഗോൽഗൊത, ചെറിയൊരു മല. കേട്ടല്ലോ? ആ, അല്ലെ തന്നെ നമ്മളെ പിടിച്ചിരിക്കുന്ന ആ സ്വരത്തേലാണല്ലോ ഒരു സൗണ്ട് അല്ലേ, ഒരു വൈബ്രേഷനൊക്കെ അല്ലേ. ആ പോട്ടെ. അപ്പോൾ ഗോൽഗൊത എന്ന കാൽവറി, സയോൺ, പിന്നെ അബ്രഹാം ഇസാക്കിനെ യാഗം കഴിച്ച മൊറിയ, പിന്നെ യെബൂസ്യനായ ഓർന്നാൻ്റെ കളം, നടുക്ക് ഈ ദേവാലയം ഇരുന്ന സ്ഥലം. 5 മലകൾ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മൊട്ടക്കുന്ന്, ചെറിയ കുന്നുകളാണ്. അവ വന്ന് ഒരു നീർച്ചാലിൽ വെച്ച് അവസാനിക്കും. ഒരു തോടത് വഴി ഒഴുകുന്നു. ആ തോടിൻ്റെ പേര് കിദ്രോൻ. ഈ കിദ്രോൻ തോട് കടന്ന അക്കരെ കിഴക്കുവശത്തേക്ക് നോക്കിയാൽ ഒരു പടുകുറ്റൻ മല കാണാം. അതൊരു മലയാണ്. ആ മലയുടെ പേര് മറക്കണ്ട, ഒലിവ് മല. ഒലിവ് മലയെയും യെരുശലേമിനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തിയുടെ പേര് കിദ്രോൻ. കിദ്രോൻ കടന്നാൽ ഒലിവ് മല, ഒലിവ് മലയുടെ പടിഞ്ഞാറ് ഭാഗത്ത് യെരുശലേം, യെരുശലേമിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒലിവ് മല. അത് മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ എത്ര നേരം പറഞ്ഞാലും തന്നെ പിന്നെ അത് തന്നെ ഉള്ളൂ. പിടിയോ? യെരുശലേമിൻ്റെ കിഴക്ക് ഒലിവ് മല, ഒലിവ് മലയുടെ പടിഞ്ഞാറ് യെരുശലേം. മനസ്സിലായോ? ആ, എന്നോട് ഈ ഡിബേറ്റിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന അന്യഭാഷ മനസ്സിലാകുന്നില്ല, എൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കാരണം അത് അന്യഭാഷയാണ്. പിന്നെയും പറയും മനസ്സിലാകുന്നില്ല. അപ്പോഴും ഞാൻ പറയും കാരണം അത് അന്യഭാഷയാണ്. എണ്ണി 15 വട്ടം കഴിഞ്ഞപ്പോൾ അവനങ്ങ് മടുത്തുപോയി. കാരണമല്ല ഈ പറഞ്ഞ, നിനക്ക് കാരണം പിടിയിട്ടില്ല, കാരണം ഇത്രയേ ഉള്ളൂ, അത് അന്യഭാഷയാണ്. ഇനി അത്യാവശ്യം കാരണം ഉണ്ടെങ്കിൽ വേറെ ഒന്നുകൂടെ തരാം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അച്ഛനോടല്ല, ബ്രദറിനോടെ അല്ല, നമ്മളോടല്ലേ. പിന്നെ അത് കേൾക്കാൻ നിന്ന് ഏറ്റവും മോശമായിപ്പോയില്ലേ? എന്തിനാ ഇവിടെ തിരിഞ്ഞു നിന്ന്? തന്നോടല്ല പറഞ്ഞേ. ഞാൻ രണ്ട് വിളിച്ചു അത് കേൾക്കാനായിട്ട്. വിവരമുള്ളവരാരും മറ്റുള്ളവർ വർത്താനം പറഞ്ഞിട്ട് കേൾക്കാൻ നിൽക്കുമോ? ഇല്ല. ഞാൻ അന്യഭാഷ പറയേണ്ടത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞാൽ അന്ന് നിർത്തിക്കോണം. കാരണം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറഞ്ഞല്ലേ, നിങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല ഇത്. സൃഷ്ടാവിനോട് സംസാരിക്കുന്ന, കാന്തനോട് സംസാരിക്കുന്ന, ജഗത്തിന്റെ സന്ദേശങ്ങൾ കൈമാറുന്ന, ഹൃദയ രഹസ്യങ്ങൾ പങ്കിടുന്ന, കാന്തലിന് കാന്ത പ്രാപിക്കുന്ന, കാന്തന് പങ്കിടുന്ന ഊഷ്മജീവിത സ്നേഹത്തിന്റെ പ്രതിഫലനത്തിന്റെ പ്രകാശനമാണ്. അതെല്ലാവർക്കും കിട്ടുക. അത് കാത്തിരുന്ന് പ്രാപിക്കുന്ന ആത്മനിറവുള്ള ദൈവമക്കളെ ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. സന്ദർഭവശാൽ അത്രയും പറഞ്ഞത് ഞങ്ങളൊക്കെ പഠിച്ച ശൈലി അനുസരിച്ച് ഈ പറഞ്ഞു വരുന്ന പോകുന്ന വഴിക്ക് ഉപദേശം കൂടി സ്ഥാപിച്ചു പോകണം. അതിനോട്ടാ സ്തോത്രം. അപ്പോൾ മുമ്പോട്ട് വരട്ടെ. അക്കരെ ഒലിവുമല. ഈ ഒലിവുമലയിൽ നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്ന ആ ഭാഗമുണ്ടല്ലോ, താഴ്വര, തോട് കിടന്നങ്ങോട്ട് കയറുന്ന ആ സ്ഥലം യേശുവിനേറെ പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. സ്ഥലം ഏതാണെന്ന് പറയട്ടെ? യേശു പ്രാർത്ഥിക്കാനിരിക്കുന്ന ഗെത്സമന. ഗെത്സമന എന്നത് ഒലിവുമലയുടെ താഴ്വര. അതിൻ്റെ മുകൾ ഭാഗം നമുക്കേറെ പ്രിയപ്പെട്ട സ്ഥലമാണ്. കാരണം യേശു ഒരിക്കൽ മടങ്ങി വരുമ്പോൾ 2ആയി പിളർപ്പാരംഭിക്കുന്നത് അവിടെയാണ്. പ്രവചന പ്രസക്തിയുള്ള സ്ഥലമാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് യേശു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രവചിച്ചത്. അതുകൊണ്ട് അതും പ്രധാനം. എൻ്റെ മറുകരയുണ്ട്, അങ്ങേ കുഴി, അങ്ങേ സൈഡ്. ഗെത്സമനയിൽ ഓപ്പോസിറ്റ് ഭാഗമുണ്ടല്ലോ, അത് യേശുവിനേറെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ യേശുവിന് എന്തുകൊണ്ട് പ്രിയപ്പെട്ടു എന്നൊക്കറിയാം. ബെഥാന്യ. യേശുവിന് പ്രിയപ്പെട്ടൊരു വീട് ഇവിടെ ഉണ്ട്. ആരുടെ വീടാ? ലാസറിൻ്റെ വീട്. ലോകത്ത് കടുക് മരങ്ങളുള്ള ഒരേ ഒരു സ്ഥലം ഈ ബെഥാന്യാണ്. ബൈബിൾ വായിച്ച ചിലരൊക്കെ സംസാരിക്കാറുണ്ട്, കടുക് മരത്തോട് യേശു ഉപമിച്ചിട്ട് പറയുക, അതിൽ വന്ന് പക്ഷികളൊക്കെ വന്ന് വസിച്ചു. നമ്മുടെ ചെറിയ കടുക് തൈ കണ്ടേച്ച്
ബൈബിൾ തെറ്റാന്ന് വിശ്വസിക്കുന്ന ആളുകൾ അവിടെ പോകേ രക്ഷയുള്ളൂ. ഇന്നും ഉണ്ട് കടുക് മരം, ഒന്നാം തരം കടുക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മനസ്സിലായോ? ലാസർ വാർത്ത ബെഥാനിയുടെ അടുത്ത് കടുക് മരം. പോട്ടെ, ഈ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് സ്ട്രക്ചർ നിങ്ങൾക്ക് പിടികിട്ടിയോ? പിടികിട്ടിയതിൽ ലൈവ് ഉണ്ട്, ഒന്നുകൂടെ കണ്ടാൽ മതി, വീഡിയോയിൽ കാണാം. മുമ്പോട്ട് പോകാം. പ്രിയ സഹോദരങ്ങളെ, യേശു ഇതിൻ്റെ മുകളിൽ വന്നു. ഈ വരും വഴിക്ക് ശിഷ്യഗണങ്ങൾ യേശുവിനെ ദേവാലയത്തിൻ്റെ പണി കാണിച്ചു. ദേവാലയം കണ്ടിട്ട് യേശു മര്യാദയുടെ ഭാഷയിൽ ഇത്രയും പറഞ്ഞാൽ മതി, മക്കളെ കൊള്ളാം, തരക്കേടില്ല, നന്നായിരിക്കുന്നു. ചില ആളുകളുണ്ടല്ലോ എല്ലാം കൊള്ളാന്ന് പറയുന്ന ആളുകൾ, അതും കൊള്ളാം ഇതും കൊള്ളാം അപ്പുറത്തേയും കൊള്ളാം, നടക്കട്ടെ. പക്ഷെ യേശു ആ ദേവാലയം നോക്കിയിട്ട് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഇതിനെ തകർത്ത് കളയുന്ന ഒരു കാലം വരും. മനസ്സിലായോ? ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരുടെ വല്യപ്പന്മാർ പണിത പള്ളിയല്ലേ, അവർക്കൊരു വിഷമം. അപ്പച്ചൻ പണിത പള്ളി പൊളി എന്ന് പറഞ്ഞപ്പോൾ ഇന്നും വിഷമമുള്ളവരുണ്ടല്ലേ. ചിലർ ഈ വിട്ടിറങ്ങിയാൽ എന്ത് ചെയ്താൽ പരിപൂർണ്ണമായിട്ട് വിടൂല. അവർക്ക് ഞാനൊരു വാക്യം തരാം, ഒത്തിരി വാക്യം തരാം, ഒരെണ്ണം പറഞ്ഞേക്കാം. യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുന്ന വഴിക്ക്, ഇവരെ കുറിച്ച് തിരുവെഴുത്ത് പറഞ്ഞ വഴിക്ക് പറയുക, അവിടെ യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു. പറഞ്ഞ പുള്ളി ആരാ? ഒരു യഹൂദൻ. പക്ഷെ പുള്ളി പറയാ യഹൂദന്മാരൊരു പെരുന്നാളുണ്ട്. നമ്മളാണ് എങ്ങനെ പറയണേ, ഞങ്ങളുടെ ഒരു പെരുന്നാളുണ്ടായിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു. നമ്മളാണെ പറയാം ഞങ്ങളുടെ ഏട്ടനും കൊച്ചപ്പനും കുഞ്ഞപ്പനും എല്ലാം ചേർന്ന് യേശുവിനെ വളഞ്ഞു. അച്ഛാ, വിട്ടുപോകുന്നതിനെ ഓർക്കരുത്. മനസ്സിലായോ? യോഹന്നാൻ കറ തീർത്ത് വിളിച്ചു പറയുക, അവിടെ യഹൂദന്മാരുടെ ഒരു സിനഗോഗ് ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ ഒരു പെരുന്നാൾ ഉണ്ടായിരുന്നു, യഹൂദന്മാർ അവനെ വളഞ്ഞു. എന്നവൻ യേശുവിനോട് കൂടിയോ അന്ന് മുതൽ അവൻ യഹൂദനല്ലാതായി, അവൻ യേശുവുള്ളവനായി തീർന്നോ. യേശു ഉണ്ടെന്ന് പറയുന്നതാണ് എൻ്റെ അഭിമാനം, യേശുവിനോട് കൂടെ നടക്കുന്നതാണ് എൻ്റെ സന്തോഷം, യേശുവിന്റെ മകനാണെന്ന് പറയുന്നതാ എൻ്റെ ആനന്ദം, യേശുവാണ് എൻ്റെ ജീവിതത്തിന്റെ ചൈതന്യം. യേശുവേ, നിന്നെ കുറിച്ച് പറയുന്നതാ എൻ്റെ ജീവിതത്തിന്റെ സുരക്ഷ. യേശുവേ, നീയാണ് എൻ്റെ മാർഗദർശി, നീയാണ് എൻ്റെ വഴി, നീയാണ് എൻ്റെ സത്യം, നീയാണ് എൻ്റെ ജീവൻ, നീയാണ് എൻ്റെ സർവസ്വം, നീയാണ് എൻ്റെ സർവസ്വം എന്ന് പറയുന്നത് പോലെ ആനന്ദ നിർഭരമായ മറ്റൊന്നുമില്ല. അങ്ങനെ യേശുവിനെ കണ്ടിറങ്ങിത്തിരിച്ചവന്റെ ആ സന്തോഷത്തിന്റെ പ്രതിഫലനമാ ആ സുവിശേഷം. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്ക് കേട്ടപ്പോൾ അവർക്കൊരു ദുഃഖമൊക്കെ വന്നെങ്കിൽ അവരൊരു ചോദ്യം, അത് എപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അവിടെയുണ്ട് പരിഭാഷയിലൊരു മിസ്റ്റേക്ക്, ലോകാവസാനമല്ല, പിന്നെ യുഗാവസാനം. ഞങ്ങൾ ഈ ലോകം അവസാനിക്കുമെന്ന് പറയുന്ന ആളുകളെ അല്ല, തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞ് ഞങ്ങൾ ട്രാൻസ്ഫോംഡ് ആകും ലോകമെന്ന് പ്രസംഗിക്കുന്നവരാ. യുഗങ്ങൾ അവസാനിച്ച് പുതുവാന ഭൂമികൾ സൃഷ്ടിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. നിന്റെ വരവിനും യുഗാവസാനത്തിനും അടയാളം എന്തെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണം. മറുപടി യേശു ആദ്യം പറഞ്ഞൊരു മുന്നറിയിപ്പ്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. എൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പലരും വരും. നിങ്ങൾ ഇന്നും കണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട സഹോദരങ്ങൾ, പരിഷ്കൃതരായ പ്രവൃത്തരായ ഒരു സമൂഹം ഈ കരിപ്രയിൽ വചനം കേൾക്കുന്നവരായിട്ട് ഇതിൻ്റെ പുറത്തുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരോടെല്ലാം ഒരു ചോദ്യമാണ്, നിങ്ങൾ ഇന്നും കാണുന്നോ ഒരു കാഴ്ച? ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? ഞാൻ സോക്രട്ടീസ് ആണെന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഞാൻ ഗാന്ധിജിയാണ് എന്ന് പറഞ്ഞ് പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ കാണാൻ വന്നിട്ടുണ്ടോ? ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീനാന്ന് പറഞ്ഞ് വന്നിട്ടില്ല. വരുന്നവനെല്ലാം പറയുന്നത് യേശുവാണ്. കാരണം അവനറിയാം പറയാൻ കൊള്ളാവുന്നൊരു പേരായത്. പിടികിട്ടിയോ? ഇന്നും അവതാരങ്ങളായി യേശുവിൻ്റെ അനുഗാമികളായിട്ട് ആളുകൾ ഇങ്ങനെ വന്നിട്ട് പറയുക, ഞാനാണ് യേശു. മനസ്സിലാകുന്നോ? ഇതാ പ്രവചനത്തിൻ്റെ ശക്തിയാണ്. എൻ്റെ പേരെടുത്ത് എൻ്റെ നാമം ധരിച്ച് പലരും വരും എന്ന് പറഞ്ഞു. കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേൽക്കും. ലക്ഷണങ്ങളെല്ലാം കൃത്യം പറഞ്ഞു. തൻ്റെ വരവിൻ്റെ ലക്ഷണത്തോട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടി പറഞ്ഞു. സൈന്യങ്ങൾ യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ശൂന്യകാലം അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത്രയും പറഞ്ഞു. അന്ന് യഹൂദിയിലുള്ളവർ പ്രാണരക്ഷാർത്ഥം മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. നിങ്ങളുടെ ഓടിപ്പോക്ക് ഒരു ശീതകാലത്താകാതിരുന്നാൽ കൊള്ളാം. അന്ന് പിഞ്ചോമനകൾക്ക്, മുലകുടിപ്പിക്കുന്ന അമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക് അയ്യോ കഷ്ടം. യേശു പ്രവചിച്ചു. AD 30 ഒരു ഏപ്രിൽ മാസത്തിന്റെ ആരംഭത്തിൽ യേശു പ്രവചിച്ചു. യേശു പ്രവചിക്കുമ്പോൾ ഇതാ മനോഹരമായ യെരൂശലേം ദേവാലയം മാർബിളിൽ തീർത്ത ഒരു മനോഹര ശില്പമായി, ഒരു കവിത പോലെ പരിലസിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആ മഹാദേവാലയത്തെ നോക്കി യേശു പറയുക, ഇത് തകരും. കെട്ടുറപ്പുള്ളൊരു സ്ഥാപനത്തെ നോക്കി യേശു കൃത്യതയോടെ വിളിച്ചു പറഞ്ഞു, ഇത് തകരും. അത് വിശ്വസിക്കാൻ അന്നാർക്കും തയ്യാറില്ലായിരുന്നെങ്കിലും വിശ്വസിക്കുന്ന ഭക്തന്, അവന്റെ അനുഗാമികൾക്ക് മനസ്സിലായി, പറഞ്ഞത് യേശുവെങ്കിൽ അത് തകരാതിരിക്കില്ല. അവൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളവനല്ല, ഊഹാമോഹം പ്രചരിപ്പിച്ചവനല്ല. ഊഹ എന്നും ഇല്ല ഇല്ല എന്നും ഒഴിഞ്ഞവൻ പറഞ്ഞു, അത് തകരും. തകരുമെന്ന് പറഞ്ഞ യേശുവാണെങ്കിൽ അത് തകരും. 100% ഉറപ്പ്. AD 30
യേശു ഇങ്ങനെ പ്രവചിച്ചു. യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ചാപ്റ്റർ തീർന്നു. അവിടുന്ന് ഒരു 40 കൊല്ലം കാലം മുമ്പോട്ട് പോയി. കൃത്യം പറഞ്ഞാൽ AD 70. രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയുടെ സേനാനായകൻ ടൈറ്റസ് കൈസർ. അയാൾ കേട്ടു കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണ നിക്ഷേപമുള്ള യെരൂശലേം ദേവാലയത്തെക്കുറിച്ച്. അത് പിടിച്ചെടുക്കണം. ടൈറ്റസും തന്റെ സേനയും വന്ന് ഒലിവുമലയുടെ മുകളിൽ ക്യാമ്പ് ചെയ്തു. യെരൂശലേമിന്റെ 8 കവാടങ്ങളും ബന്ധിച്ചു. പുറത്തേക്കാർക്കും കടന്നു പോകാൻ കഴിയാത്ത വിധം ബന്ധനസ്ഥരാക്കി മാറ്റിക്കൊണ്ട് ആളുകളെ വിന്യസിച്ചു. ഇവിടെ ഇരുന്നു കൊണ്ട് ടൈറ്റസ് താഴേക്ക് നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. മനോഹരമായ യെരൂശലേം ദേവാലയം. തല്ലിത്തകർത്ത് കൊള്ളയടിക്കാൻ വന്നവന്റെ ഉള്ളിൽ ഒരു മാറ്റത്തിന്റെ ബോധ്യം. അയാൾ പറഞ്ഞു, ആലയം പൊളിക്കണ്ട, അതൊരു സർവമത പ്രാർത്ഥനാലയമായിട്ടിരിക്കട്ടെ. എല്ലാ മതക്കാരനും ഒന്ന് പ്രാർത്ഥിക്കട്ടെ. തൻ്റെ ഇഷ്ടദേവനായ റോമക്കാരുടെ ജൂപ്പിറ്റർ എന്ന ദേവന് വേണ്ടി, അറ്റസ് എന്ന ഭൂമിയുടെ ദേവന് വേണ്ടി, അഫ്രോഡിറ്റസ് എന്ന സൗന്ദര്യ ദേവതയ്ക്ക് വേണ്ടി വ്യത്യസ്ത കൗണ്ടറുകൾ ഉണ്ടാകട്ടെ. പൂജാഗിരികൾ അകത്തുണ്ടാകട്ടെ. അവിടെയൊക്കെ ആരാധന നടക്കട്ടെ. യഹൂദന് വേണമെങ്കിൽ യഹോവയെ അതിനകത്തിരുന്ന് ആരാധിക്കട്ടെ. ഇതായിരുന്നു ടൈറ്റസ് നിർദ്ദേശിച്ച നിർദ്ദേശം. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ ഈ അന്യമതസ്ഥരെയോ അവരെ വിശ്വാസത്തെയോ ഒന്നും മോശമായി കാണുന്ന ആളുകളല്ല. അങ്ങനെ നിങ്ങൾ ധരിക്കില്ലേ? സാമൂഹ്യ ചിന്തകന്മാരെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ, ലോകത്തോട് നന്മ പഠിപ്പിച്ച ഏതൊരാളെയും ബഹുമാനിക്കാൻ തന്നെ നമ്മൾ ബാധ്യസ്ഥരാണ്. സാമൂഹ്യ പരിഷ്കർത്താക്കളും ചിന്തകന്മാരും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു. ഇവരെയൊക്കെ ആദരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ആദരിക്കും, പക്ഷെ ആരാധിക്കില്ല. വ്യത്യാസം മനസ്സിലായോ? ഞങ്ങൾ ചിന്തകന്മാരെ, സാമൂഹ്യ പരിഷ്കർത്താക്കളെ, ഇതര പ്രിയപ്പെട്ടവരെ ആദരിക്കും, ബഹുമാനിക്കും, ആരാധിക്കില്ല. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ 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 മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് യോഗ്യൻ, അതാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ വ്യതിരിക്തത, അതാണ് ഞങ്ങളുടെ വീക്ഷണഗതികളുടെ സവിശേഷത. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം. ആദരവും ബഹുമാനവും നല്ല പ്രവൃത്തി ഇതാരും അർഹിക്കുന്നു. തർക്കമൊന്നും വേണ്ട കാര്യത്തിൽ. ആദരവ്, ആരാധന രണ്ടും രണ്ടാ. സൃഷ്ടാവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, സൃഷ്ടിയെ ആരാധിക്കില്ല. പോട്ടെ, ഇവിടെ ഇത്രയും സ്ഥാപനങ്ങൾ ഒരുമിച്ച് യെരൂശലേം ദേവാലയത്തിൽ കൊണ്ടുവരാൻ പദ്ധതിയിട്ട ഈ സേനാനായകന്റെ ലക്ഷ്യം ഒരു സർവമത യോഗം അവിടെ നടത്തി ആളുകളെ തമ്മിൽ യോജിപ്പിക്കുകയല്ല, കാണിക്കെടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരുന്നു. ഈ ലക്ഷ്യം മുൻകൂട്ടി അറിഞ്ഞ് യേശു കർത്താവ് പറഞ്ഞതാണ്, എൻ്റെ നാമത്തിൽ ആരംഭിച്ചിട്ട് നീ അങ്ങനെ കൊള്ള നടത്താമെന്ന് ഓർക്കണ്ട, അടിച്ച് ഞാനിതിനെ തകർക്കും. കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതെ ഞാനിതിനെ തകർക്കും. അന്ന് 8 വാതിലുകളും തല്ലിപ്പൊളിച്ച് അതിനകത്ത് കിരമ്പിക്കയറി അകത്ത് കുടുങ്ങിയ ഇസ്രായേൽ മക്കളെ മുഴുവൻ വാളിന്റെ വായ്ത്തലേക്ക് അരിഞ്ഞു മാറ്റി ഒരു സംഹാര ശപഥം നടത്തി നശിപ്പിക്കാൻ ടൈറ്റസ് പദ്ധതിയിട്ടെങ്കിലും 7 കതകുകളും അടിച്ചു തകർത്ത് ഗേറ്റുകൾ തകർത്ത് കടന്നു. ഒരു കതക് മാത്രം പൊളിക്കാൻ സാധിച്ചില്ല. അത് യെരൂശലേമിന്റെ കിഴക്കേ വാതിലാണ്. ആ കിഴക്കേ വാതിലിനൊരു പേര് പറയും ഗോൾഡൻ ഗേറ്റ്, അഥവാ സുവർണ വാതിൽ. സ്വർണ്ണ നിർമ്മിതമൊന്നുമല്ല. ആ ഗോൾഡൻ ഗേറ്റ് തുറക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഞാനിന്ന് രാത്രി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലും ആ കതക് മാത്രം ലോകത്തൊരുവനും തുറക്കാൻ സാധിച്ചിട്ടില്ല. അത് കുറെ കൂടി അടച്ച് ഭദ്രമാക്കി സീൽ ചെയ്തിരിക്കുക ഗവൺമെന്റ്. 67 തുറക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ചരിത്ര പ്രസിദ്ധമായ 1ാം ലോക മഹായുദ്ധ കാലത്ത് അടിത്തറ പോലും അടിച്ചു തകർത്ത് അതുവഴി പുറത്തു ചാടാൻ ശ്രമിച്ചു അറബികൾ, നടന്നില്ല. ആ കതക് തുറക്കാൻ കഴിയാത്തതിന്റെ രഹസ്യം ഞാൻ ബൈബിളിലൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എസെക്കിയേൽ പ്രവചനം 44-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ പിടികിട്ടും. എന്തേ കാലമിത്ര പുരോഗമിച്ചിട്ടും മനുഷ്യൻ യന്ത്രവൽകൃതമായ പുതുയുഗത്തെ ആശ്ലേഷിച്ചിട്ടും ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ട് ഏത് പൂട്ടും തുറക്കാൻ മനുഷ്യൻ പഠിച്ചിട്ടും യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ തുറക്കാൻ ഇനിയും മനുഷ്യന് സാധിക്കാത്തതിന്റെ പിന്നിലെ കാരണമെന്ത് വായിക്കാം. എസെക്കിയേൽ 44-ന്റെ 1. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അനന്തരം അവൻ എന്നെ യെരൂശലേമിന്റെ കിഴക്കോട്ടു ദർശനമുള്ള പുറത്തെ ഗോപുരത്തിങ്കലേക്ക് മടക്കിക്കൊണ്ടുവന്നു. എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. മനുഷ്യപുത്ര,
ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം. ആരും അതിൽ കൂടി കടക്കരുത്. ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്തു കടന്നിരിക്കൊണ്ട് അത് അടച്ചിരിക്കണം. ആരും അത് തുറക്കരുത്. അതിൻ്റെ അടുത്ത് ആരും തുറക്കരുതെന്നല്ല, തുറക്കും. താമസം പിന്നെ അത് തുറക്കും. ആരാണ് തുറക്കുന്നതെന്ന് പറയാ. അത് തുറക്കുന്നത് അത്യാധുനികമായ ഏതെങ്കിലും യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടെയല്ല. മിസൈലുകൾ വർഷിച്ചുകൊണ്ടോ ആയുധശക്തി കൊണ്ടോ ആർക്കും തുറക്കാനാവാത്ത ആ കിഴക്കേ വാതിൽ തുറക്കുന്നത് ആരെന്ന് ഞാൻ ബോധ്യപ്പെടുത്താം. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുന്നവൻ, ആരും തുറക്കാതെ വണ്ണം അടക്കുന്നവന്റെ മുമ്പിൽ മാത്രമേ ആ കതക് മറക്ക തുറക്കൂ. അതിന് കാലമധികം താമസമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുമ്പോൾ ബൈബിൾ പ്രവചിച്ച സംഭവ വികാസങ്ങളും കാലത്തോട് നീതി പുലർത്തിയ അത്യുന്നതന്റെ ശബ്ദമാ. അതുകൊണ്ട് ഉലകമേ മനസ്സിലാക്ക്, ഇത് പാഴ്വാക്കുകളല്ല, ഇത് ദൈവത്തിന്റെ ആത്യന്തിക വചനത്തിന്റെ വെളിപ്പാടാണ് ഈ തിരുവെഴുത്ത്. അങ്ങോട്ടാ വരുന്നത്, ശ്രദ്ധിച്ചാട്ടെ. ഈ കർത്താവ് ഇത്രയും പറഞ്ഞു പോയതാ. ടൈറ്റസ് ഇത് നശിപ്പിക്കാൻ വന്നിട്ട് രക്ഷിക്കാൻ പിന്നെ ശ്രമിച്ചെങ്കിലും 7 വാതിൽ വഴി അകത്തേക്ക് ഓടിക്കയറിയ ആളുകൾ ദേവാലയത്തിനകത്ത് കടന്നു. ചെറുത്തു നിന്ന ആളുകളെയൊക്കെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടി. പ്രാണരക്ഷാർത്ഥം പലരും പലവഴിക്ക് ചിതറി ഓടി. ഒടുവിൽ ചിലർ ഓടിക്കയറിയത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കിടക്കുന്ന അന്തർമന്ദിരത്തിനകത്തും എല്ലാ വിലക്കുകളും ലംഘിച്ച് പ്രാണരക്ഷാർത്ഥം ഓടിക്കയറി. പുറകെ ഇരുമ്പ് പൂച്ചിട്ട പടയാളികൾ മനുഷ്യരക്തം ചവിട്ടി മലിനമാക്കിയ പാദങ്ങൾ കൊണ്ട് ദേവാലയത്തിന്റെ അകം മുഴുവൻ അശുദ്ധമാക്കി. ഒടുവിൽ വിശുദ്ധ വസ്തുക്കൾ വെച്ചിരിക്കുന്ന ഇടം കൊള്ളയടിക്കാൻ കടന്നുപോകും വഴിക്ക് ഇരുട്ടറയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിധികുംഭങ്ങളും വിലപിടിപ്പുള്ള സ്വർണ്ണ നാണയങ്ങളും വഴിപാട് സാമഗ്രികളും കൊള്ളയടിക്കാനുള്ള വ്യഗ്രതയിൽ കരുതി വെച്ച പന്തം ജ്വലിപ്പിച്ചു. പന്തം കയ്യിൽ നിന്ന് വഴുതി തിരശ്ശീലക്ക് തീപിടിച്ചു. ഒലിവണ്ണതകൾ നിറച്ച ക്യാനുകളിലേക്ക് തീ പടർന്നു. ആളിക്കത്തുന്ന തീയും പുകയും പുകച്ചുരുളും കൊണ്ട് അന്തരീക്ഷം മാറിയപ്പോൾ ദേവദാരു പലകൾക്ക് തീപിടിച്ചു, ശീലാന്തുകൾക്ക് തീപിടിച്ചു. ആളിക്കത്തുന്ന തീക്കുള്ളിൽ ചുണ്ണാമ്പ് കല്ലുകൾ വെന്തു പഴുത്തു താഴെ വീണു. യെരൂശലേം കൈക്കുമ്പിളിൽ വാരിയെടുത്തു മറ്റാവുന്ന ഒരു പിടി ചാരമായി അവശേഷിച്ചു. യെരൂശലേം ഇല്ലാതെയായി. പൊളിക്കരുത്, പൊളിക്കരുതെന്ന് പറഞ്ഞു ചക്രവർത്തി നിന്നെങ്കിലും തീ ആളിക്കത്തി പൊളിഞ്ഞു കെട്ടിടം താഴെ വീണപ്പോൾ നിർവികാരനായി ടൈറ്റസ് എല്ലാം നോക്കി നിന്നു. ഒടുവിൽ തീയണഞ്ഞ ഘട്ടത്തിൽ ആരോ വന്ന് പറഞ്ഞു, പ്രഭു, കോടികൾ വിലമതിക്കുന്ന സ്വർണം തീയിൽ വെന്ത് കിനിഞ്ഞിറങ്ങി സ്വർണ്ണ കട്ടിയായി ഒരു നിധിയായി ഭൂതലത്തിൽ ഈ അടിത്തറയ്ക്കുള്ളിൽ എവിടെയോ കിടപ്പുണ്ട്. ഇരുമ്പായുധങ്ങൾ കൊണ്ടുവന്നു, ഇരുമ്പ് കലപ്പകൾ കൊണ്ടുവന്ന് ആനകളെ വെച്ച് കെട്ടി ഉഴുത് പടുകുറ്റൻ കല്ലുകൾ ഓരോന്ന് പിഴുതുമാറ്റി അടിത്തറ കൂടി ഇളക്കി മാറ്റുമ്പോൾ യേശു പറഞ്ഞ പ്രവചനത്തിന്റെ 2ാം ഘട്ടം നിറവേറി. ദേവാലയം തകരുമെന്നല്ല, കല്ലിൽ മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകരുമെന്ന് യേശു പറഞ്ഞത് അന്വർത്ഥമാക്കിക്കൊണ്ട് കല്ലുകൾ ഓരോ നാനകൾ പിഴുതെറുത് കലക്കി മാറ്റി. ഇന്നും പോയി ഈ സ്ഥലം കാണുന്നവർക്ക് മനസ്സിലാകും ഈ പുസ്തകത്തിലെ പ്രവചനത്തിന്റെ കരുത്ത്. അതിന്റെ പിന്നിൽ ഉദ്ധരിച്ച യേശുവിന്റെ വാക്കുകളുടെ ആകത്തുക അങ്ങനെ മനസ്സിലാകുമെങ്കിൽ അതേ ബലത്തോടെ അതേ ശക്തിയോടെ ഇന്ന് രാത്രി യേശുവിന്റെ ശബ്ദം കേട്ടറിയുന്ന ദൈവമക്കളെ തിരിച്ചറിയുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല. ജീവിതത്തിന്റെ ഏത് പ്രതിബന്ധങ്ങൾക്ക് നടുവിൽ വാക്കിന് വിലയുള്ളവനെ ചൂണ്ടിക്കാട്ടി പറയുക, അവനെ അനുഗമിക്ക്, അവനെ ആരാധിക്ക്, അവനെ പിൻഗമിക്ക്. അതിന്റെ ജീവിതത്തിന്റെ ബലം, അതിന്റെ ജീവിതത്തിന്റെ പുത്തൻ ഉണർവ്. വരൂ യേശുവിന്റെ പാതാര ബിന്ദങ്ങളിൽ ജീവിതത്തിന്റെ പുത്തൻ അനുഭവം സാംശീകരിച്ചെടുക്കാൻ. ഹല്ലേലൂയ. മുമ്പോട്ട് പോകാം. ഇതോടുകൂടി യഹൂദന് ആലയം നഷ്ടപ്പെട്ട ഇടത്ത് നിൽക്കാൻ മനസ്സില്ലാതെ വന്നു. ഞങ്ങളിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാം. ഞങ്ങളാണെങ്കിൽ ആലയം നഷ്ടപ്പെട്ടു എന്നോർത്ത് ഒന്നിനും പോവില്ല. അതിൻ്റെ കാരണം എന്താ? ആദ്യം മനസ്സിലാക്കിക്കോ, ഞങ്ങൾ ഈ ഷീറ്റും ഒക്കെ വെച്ച് പണി കഴിപ്പിച്ച കെട്ടിടം കണ്ട് നിങ്ങൾ ഈ ആലയം ഒന്നൊന്നും വിളിക്കണ്ട, ഇതൊരു കാളാ. യഥാർത്ഥ ആലയം ഞങ്ങൾ തന്നെ. അതാ കാര്യം. ഇനി അത് പൊളിഞ്ഞാലും ഞങ്ങൾക്ക് വിഷയമില്ല. എന്താ വിഷയമില്ലാത്തതിൻ്റെ കാര്യം? ഇതൊക്കെ ഞങ്ങൾ പണ്ടേ യേശു നിമിത്തം ഉപേക്ഷിച്ച, ഈ ശരീരം പണ്ടേ ഉപേക്ഷിച്ച. പിന്നെ ആത്മാവ് വസിക്കുന്ന അതിൻ്റെ ചട്ടക്കൂടായതുകൊണ്ട് ഇങ്ങനെ കുളിച്ചൊരുങ്ങിയൊക്കെ വരുന്നെന്നുള്ളേ ഉള്ളൂ. ഞങ്ങൾ കളഞ്ഞ ഈ ബോഡിക്കിട്ട ഈ തല്ലെല്ലാം തല്ലുന്നത് നമ്മളിത് പണ്ടേ കളഞ്ഞ. എത്രയും പെട്ടെന്ന് ഇത് വേസ്റ്റ് വട്ടയിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന സാധനമാണ് നമ്മുടെ ഈ ശരീരം. നമുക്ക് സന്തോഷമില്ല. അതുകൊണ്ട് ആ ഉറപ്പുള്ള ഒരു ട്രാക്ട് കൊടുക്കാൻ പോയാൽ മതി. അങ്ങനെ ഉറപ്പില്ലാത്തവനൊന്നും ഈ പണിക്കിറങ്ങല്ലേ, നാണം കെട്ട പണിയാണ് നിനക്കത്. ഇതല്പം ധൈര്യവും സന്തോഷമൊക്കെ ഉള്ളവൻ്റെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പണിയാണ് ഈ ട്രാക്ട് കൊടുപ്പും സുവിശേഷമൊക്കെ. സ്തോത്രം. അതൊന്ന് എടുത്ത് പറയാനായിട്ടുണ്ട്. ആവേശം കയറി ചെയ്യേണ്ട പണിയല്ലിത്, നിയോഗം കൊണ്ട് ചെയ്യേണ്ട പണിയാണ്. ഹല്ലേലൂയ.
ഒന്നുകൂടെ അത് വ്യക്തമാക്കാനുണ്ട്. നിയോഗം കൊണ്ട് ചെയ്താൽ ഇത്ര ഐശ്വര്യമുള്ളൊരു പണിയില്ല. നിയോഗം വിട്ട് ചെയ്താൽ ഇത്രയും മെനകെട്ടൊരു പരിപാടിയില്ല. പോലെ ആവശ്യമില്ലാത്തതിന് പോകരുത്, ആവേശം കയറി ചെയ്യരുത്. എന്താ കാര്യം? ഇതിനകത്ത് കഷ്ടതയും വേദനയും നൊമ്പരവും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ആശ്വാസവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞങ്ങൾ ഈ പണിക്ക് ഇറങ്ങിയേ. ഒരുത്തം പിടിച്ചു തള്ളുമ്പോൾ രണ്ടുപേര് സ്വീകരിക്കാൻ അപ്പുറത്ത് കാണും. ആ സ്വീകരണം കണ്ട് മതിമറന്നിങ്ങനെ നിൽക്കുമ്പോൾ അടുത്തവൻ ചീത്ത പറയും. ഒരു യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ചിലർ പറയും, സാറേ ആ വചന ഹൃദയത്തോട് ഇടപെട്ടു. അപ്പുറത്ത് മാറി നല്ല സൂപ്പർ ചിത്ത. ഇതെല്ലാം ഒരുപോലെ അനുഭവിച്ചു കൊള്ളാം എന്നുറപ്പുള്ളവനെ ഇതും കൊണ്ട് ഇറങ്ങാവൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇവിടെയൊക്കെ പ്രാർത്ഥിച്ച് യോഗം കൂടി പോന്നേ, അതാ നല്ലത്. പിന്നെ ഒരു കാര്യം കൂടി, ഇനി ധൈര്യമില്ലാത്തവന് അതിനൊരു പണി പറഞ്ഞുതരാം. ധൈര്യമില്ല, പക്ഷേ എനിക്ക് യേശുവിനെ പ്രസംഗിക്കണം, ഒറ്റ വഴിയുള്ളൂ. ഞങ്ങളാ ഈ ധൈര്യം കൊണ്ട് പറയുന്നതല്ല, സത്യം പറഞ്ഞ ധൈര്യമുള്ളവൻ്റെ കൂടെ നിൽക്കുമ്പം നമുക്കൊരു ധൈര്യം വരും. ആരാ ധൈര്യമുള്ളവൻ? പീലാത്തോസിന്റെ കൊത്തളത്തിൽ അടിപതറാതെ ആ മഹാകോടതിക്ക് മുമ്പിൽ ഏത് ചോദ്യവും നേരിട്ട അഭിമാനിയായ ക്രിസ്തുവിന്റെ കൂടെ നിൽക്കുമ്പോൾ അറിയാത്തൊരു ധൈര്യത്തിന്റെ ശകലം നമ്മിലേക്കും വന്ന് സ്ഫുരിക്കും. ആ ധൈര്യത്തിന്റെ ബലത്തിൽ ഈ ബലത്തോടെ പോകണം യേശുവിനെ പ്രസംഗിക്കാൻ. അങ്ങനെ പോയി പ്രസംഗിച്ചാർക്കും തോൽവി അടയേണ്ടി വന്നിട്ടില്ല. ഒരു സുവിശേഷകൻ ഏറുകൊണ്ട് വീഴുമ്പോൾ, ഒരുവന്റെ ശിരസ് അറ്റുപോകുമ്പോൾ, അവന്റെ ചുടുരക്തം ഭൂമിയിൽ കിടക്കുമ്പോൾ തോറ്റുപോകുന്ന മാർഗമല്ല യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മാർഗം. അത് കാലത്തെ അതിജീവിക്കുന്ന അജയ്യമായ ദൈവജനത്തിന്റെ മാർഗമാ. പ്രൈസ് ദി ലോർഡ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യം പറയാതിരിക്കാൻ തരമില്ല. ഞാൻ ഒരു കൊല്ലം മുമ്പ് തൃശ്ശൂരപ്പുറത്ത് കുന്നംകുളത്ത് കൂടി സുവിശേഷ യോഗം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയമാണ്. ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഞാനും 2 കൂട്ടുകാരുണ്ട്. ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഒരു വെയിറ്റർ അടുത്ത് വന്നു. എൻ്റെ ഈ വേഷമൊക്കെ കണ്ടിട്ട് ചോദിച്ചു, ഫാദറാണോ എന്ന് ചോദിച്ചു. എനിക്ക് ആ കാര്യത്തിൽ നല്ല ഉറപ്പാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഫാദറാണെന്ന് പറഞ്ഞു. കാരണം മക്കൾ 3 എനിക്ക്. ഇന്ന് പല ഫാദർമാർക്കും ഫാദറാണെന്ന് പറയാൻ അത്ര ആക്കം പോരാ. അപ്പോൾ ഫാദറാണെന്ന് പറയാൻ എനിക്ക് നല്ല കോൺഫിഡൻസ്. എനിക്ക് പോപ്പിനേക്കാൾ അധികാരമുണ്ട് ഫാദറാണെന്ന് പറയാൻ. അതുകൊണ്ട് ഫാദർ എന്ന് എന്നെ വിളിക്കുന്നതിൽ ഒരു തെറ്റില്ല. അദ്ദേഹം വിളിച്ചു, ഫാദർ എന്താ വേണം? ഞാൻ ഫുഡെല്ലാം ഓർഡർ ചെയ്തു. അദ്ദേഹം ഞങ്ങളുടെ അടുത്തുനിന്ന് മാറുന്നില്ല. വീണ്ടും വീണ്ടും ഭക്ഷണം ഇട്ട് തരിക. ഈ സൽക്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളോർത്ത് ഇദ്ദേഹം ഈ ടിപ്പ് കിട്ടാനുള്ള ഒരു സ്നേഹമൊക്കെ പ്രകടിപ്പിച്ചെന്നോർത്ത് തരക്കേടില്ലാതൊരു നോട്ട് അവിടെ വെച്ചു. അതുപോലെ അദ്ദേഹം ട്രീറ്റ് ചെയ്തു. അദ്ദേഹം പണം എടുത്ത് തിരികെ പോക്കറ്റിട്ട് പറയാ, ഫാദറിൻ്റെ ഇന്ന് ഞാൻ വാങ്ങില്ല, ഫാദറിൻ്റെ ഇരിക്കട്ടെ. ഇതെന്തൊരു കളി. ഞങ്ങൾ താങ്ക്സ് എല്ലാം പറഞ്ഞ് ഹോട്ടലിൻ്റെ പുറത്തെത്തി. ആ മനുഷ്യൻ പുറകെ വന്നു. ഫാദർ ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോണേ. ആ റോഡരികിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു, ബ്രദർ ഇതെന്താ ഞങ്ങളോട് ഇത്ര സ്നേഹം പറയൂ? ആ കണ്ണൊന്ന് നിറഞ്ഞു. ഫാദർ, ഈ സ്ഥാപനത്തിൽ വന്ന് ഒരു വെയിറ്ററായി പണിയെടുക്കേണ്ട ആളല്ല ഞാൻ, ഒരു ഹൈന്ദവ സഹോദരനാണ്. അദ്ദേഹം ഇതിലും നല്ലൊരു ഹോട്ടൽ സ്വന്തമുണ്ടായിരുന്നു. മനസമാധാനം കിട്ടിയില്ല, കളഞ്ഞിട്ട് പോന്നു. ഞാൻ എന്തു പറ്റിപ്പാടാ? അദ്ദേഹം പറയാണ്, ഒറീസയിൽ ഞാനൊരു റെസ്റ്റോറൻറ്റ് നടത്തുക. എൻ്റെ വീടിൻ്റെ അരികിൽ നിങ്ങളെപ്പോലൊരു ഫാദർ, 3 കുട്ടികൾ, ഭാര്യ. ക്രിസ്മസിന് പ്രത്യേക സമ്മാനങ്ങളൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുതരും. ഞങ്ങൾ ഫുഡൊക്കെ അങ്ങോട്ടും കൊടുക്കും. ഒരു വീട് പോലെ. ആ കുട്ടികൾ എല്ലാ പ്രഭാതത്തിലും വരും. എനിക്കും ഭാര്യയ്ക്കും ഒപ്പം കിടക്കും. എൻ്റെ കുട്ടികൾക്കൊപ്പം കിടന്നുകൊണ്ട് അങ്കിൾ ഈ മുടിയിലൊക്കെ കൈയിട്ട് കളിക്കും. ഞങ്ങൾ ബാഡ്മിൻ്റൺ കളിക്കും. ഒറ്റ കുടുംബം, ജാതിയില്ല, മതമില്ല. അവർ ക്രിസ്ത്യൻ, ഞങ്ങൾ ഹിന്ദു. ഒരിക്കൽ പോലും മതപരമായൊരു ക്ലാഷില്ല. വലിയ സ്നേഹം. പക്ഷെ ഒരു ദിവസം ഞാൻ മടങ്ങി വരുമ്പോൾ ഒരു വാർത്ത. ഞാനേറെ സ്നേഹിക്കുന്ന എൻ്റെ ഫാദർ 2 കുഞ്ഞുങ്ങളും കുഷ്ഠരോഗികളുടെ ചേരിയിൽ പോയി അരിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ നൽകിക്കൊടുത്ത്, കുഞ്ഞുങ്ങൾക്ക് മിഠായിയൊക്കെ കൊടുത്ത് വരും വഴിക്ക് കിടന്നുറങ്ങിയ ജീപ്പ് പെട്രോൾ ഒഴിച്ചു കത്തിച്ചു ചിലർ. വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിച്ച് പുറത്തു ചാടി പ്രാണരക്ഷാർത്ഥം ഒന്ന് പുറത്തു ചാടാൻ ആഗ്രഹിച്ച കുട്ടിയെ തൃശൂലം കൊണ്ട് കുത്തിയെടുത്ത് തിരിച്ചകത്തിട്ടു. വെന്തുമരിച്ച 3 പേർ, തിമത്തി, ഫിലിപ്പ്, ഗ്രാം സ്റ്റെയിൻസ്. 3 പേർ ഒരുമിച്ച് കരിക്കട്ടയായി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അവർക്ക് 3 ശവക്കുരികൾ എടുക്കുമ്പോൾ ഗ്ലാഡീസ് ആൻറ്റി, ആ പെൺകുട്ടി നിർവികാരതയോടെ കരയുന്ന മനസ്സ് ഞാൻ കണ്ടു. ഫാദർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഭീതിയ. ആ കുഞ്ഞുങ്ങൾ രാത്രിയിൽ എന്നെ അരട്ടുന്നു. അവർ വന്നിട്ട് അങ്കിൾ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് എൻ്റെ കർണപുടങ്ങൾ പ്രകമ്പനം കൊള്ളുന്നു. കിട്ടിയ വിലയ്ക്ക് ഞാൻ ആ സ്ഥലം കളഞ്ഞു.
വണ്ടി കയറി നാട്ടിൽ വന്നു. ഇനി അങ്ങോട്ട് പോകണ്ട. സ്റ്റെയിൻസ് ഇല്ലാത്ത, തിമത്തിയും ഫിലിപ്പുമില്ലാത്ത ആ മണ്ണിലേക്ക് എനിക്ക് പോകണ്ട. അന്ന് മുതൽ എൻ്റെ പ്രായച്ചിത്തം നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണുമ്പോൾ ഭക്ഷണം തരണം, വെള്ളം കൊടുക്കണം. പലരും കല്ലെറിഞ്ഞോടിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉൾത്തുടിപ്പുകൾ എനിക്കറിയാം ഫാദർ. പ്രാർത്ഥിക്ക് എനിക്ക് വേണ്ടി. ഇങ്ങനെയുമുണ്ട് ഇന്ത്യയിൽ ഉള്ളം പിടയുന്ന 100 ആളുകൾ. ഈ മഹാരാജ്യത്ത് ഇന്നുമുണ്ട് സത്യസന്ധരായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ. നമുക്ക് ഒരേ സ്ഥലത്തിൽ പറയാം, ഞങ്ങൾ ഈ ഭാരതത്തെ സ്നേഹിക്കുന്നു, ഇവിടെയുള്ള മനുഷ്യരെ സ്നേഹിക്കുന്നു, ജനകോടികളെ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് വർണ്ണമില്ല, വർഗമില്ല. ഞങ്ങൾ ക്രിസ്തുവിൽ ഏതൊരു മനുഷ്യരെയും മനുഷ്യരായി കാണുന്നു, സ്നേഹിക്കുന്നു, പരിഗണിക്കുന്നു. ഹൃദയവും വലിച്ചു കൊടുക്കാനുള്ള സ്നേഹത്തിന്റെ വ്യഗ്രത, ക്രിസ്ത്യാനിത്വത്തിന്റെ മാർഗദർശനം, അതത്രേ വിശ്വാസത്തിന്റെ സിദ്ധാന്തം. ഞാൻ പറഞ്ഞു വന്നതിന്റെ മാനദണ്ഡം നിങ്ങൾക്ക് പിടികിട്ടി കാണും. വിഷയത്തിൽ കൂടി വരണേ പ്രിയപ്പെട്ടവരെ. മതവിദ്വേഷത്തിന്റെ, വിഭാഗീയ ചിന്തകളുടെ വിദ്വേഷം വെടിഞ്ഞ് നമുക്ക് മനുഷ്യത്വം എന്ന സനാതനമായ ആത്യന്തിക മൂല്യത്തിലേക്ക് അടുത്തു വരാൻ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ഈ തിരുവെഴുത്ത്. ഇത് ക്രിസ്ത്യാനിക്ക് വേണ്ടി എഴുതിയതല്ല, ലോകത്തിലെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് വേണ്ടി എഴുതിയതല്ല. ഉലകമാസകലമുള്ള മനുഷ്യനെ നോക്കിക്കൊണ്ട് സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്ന, ജനസഞ്ചയത്തെ വിളിക്കുന്ന ഒരു ദൈവമാണ് ഇതിന്റെ ഉള്ളടക്കം. ഇതാ യെരുസലേം നഷ്ടപ്പെട്ട യഹൂദന്മാർ ഒരു 50 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ മുഴുവൻ ആളുകളും പാലസ്തീനിയെ വിട്ടുപോകാൻ ഒരു ഉത്തരവിട്ടു ഹദ്രിയൻ ചക്രവർത്തി. അത് AD 123 ഹദ്രിയന്റെ ഉത്തരവ് ഇങ്ങനെ: ഇനിമേൽ യെരുസലേമിലെന്നല്ല, പാലസ്തീന്റെ 120 മൈൽ വിസ്തൃതി വരുന്ന ഒരിടത്തും ഒരൊറ്റ യഹൂദനെയും കണ്ടുകൂടാ, പുറത്തു കിടക്കണം. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി യഹൂദനില്ലാത്ത ഒരു ഇസ്രയേൽ രൂപപ്പെട്ടു. അവൻ ലോകമാസകലം ചിതറി. അതും ബൈബിൾ പ്രവചനത്തിന്റെ ഒരു സവിശേഷതയാണ്. ദൂതനോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഈ പുസ്തകത്തിലെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നിന്റെ ദൈവമായ യഹോവ ഭൂതലത്തിലെങ്ങും നിന്നെ ചിതറിക്കും. ഭൂതലം മുഴുവൻ അവൻ ചിതറി. ഈ ചിതറിപ്പോയ യഹൂദന്റെ ആരംഭകാലം അഭിവൃദ്ധിയുടേതായിരുന്നു. കയറ്റിറക്കങ്ങൾ ഒത്തിരിയുണ്ട്, അഭിവൃദ്ധിയുടേതായിരുന്നു ഭൂരിപക്ഷം എടുത്താൽ. അഭിവൃദ്ധി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അവർ സമ്പന്നരായി. പോയ മിക്ക രാജ്യങ്ങളിലും ബിസിനസ് ചെയ്ത യഹൂദന്മാർ സമ്പന്നരായി. അവർ ചെയ്ത ബിസിനസ് ഞാൻ പറയാൻ പോവാണ്, നിങ്ങൾ ആരും ചെയ്യണ്ട, ആരും അത് ചെയ്യണ്ട. ആ ഉറപ്പുണ്ടല്ലേ പറയുള്ളൂ, വേറൊന്നുമല്ല. പണം പലിശയ്ക്ക് കൊടുക്കുക. നമ്മൾ ഈ കുബേര എന്നൊക്കെ പറയാറുന്നല്ലോ, എന്തിനാ അത്രയും വളഞ്ഞു പോകുന്ന ബ്ലേഡ്. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന പണം വാങ്ങി ചെറിയ പലിശ നിക്ഷേപകന് കൊടുത്തുകൊണ്ട് വൻ പലിശയ്ക്ക് പുറത്ത് പണം കൊടുത്ത് തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ ഗുണ്ടാപ്പടകളെ വിട്ട് അടികൊടുത്ത് പിരിച്ച് സ്വന്തം കീശ നിറയ്ക്കുന്ന ഒരു പ്രവണത ജൂതൻ ആവിഷ്കരിച്ചു. ഏത് വിധത്തിലും പണം സമാഹരിച്ച് ജൂതന്മാർ കോടീശ്വരന്മാരായി. ഈ ബാങ്കിങ് എന്ന ആശയം തന്നെ ലോകത്ത് കൊണ്ടുവന്നത് ജൂതന്മാരാ. അങ്ങനെ സമ്പന്നരായ യഹൂദൻ ലോകത്തിന്റെ പലയിടങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ നടത്തി. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർക്ക് ചില തിരിച്ചടികൾ. എന്താ തിരിച്ചടി? ചില രാജ്യങ്ങൾ അവരെ മുൻവിധിയോടെ ട്രീറ്റ് ചെയ്തു. അതിന് കാരണമുണ്ട്. അവരും ക്രിമിനലുകളായി പലപ്പോഴും രൂപപ്പെട്ടു. പല തിന്മകളുടെ പിന്നിൽ യഹൂദന്റെ കരം കണ്ടപ്പോൾ പല രാജ്യങ്ങളും അവർക്കെതിരെ നിലപാടെടുത്തുകൊണ്ട് ജൂതന്മാരെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു. ആദ്യം മാനസിക പീഡ. എന്താ മാനസിക പീഡ? ഒരു നിസാര കുറ്റം ചുമത്തി ഒരു ജൂതനെ അറസ്റ്റ് ചെയ്താൽ അവൻ അന്ന് ഒരു പുതിയ ടീഷർട്ട് കിട്ടും. അത് നല്ല കാര്യമാണല്ലോ, നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്ത ടീഷർട്ടാണ് കിട്ടുന്നത്. ആ ടീഷർട്ട് ഇടിവിച്ചിട്ട് അതിൽ ഒരു ചുവന്ന ത്രികോണം വരയ്ക്കും. ഇനി മുതൽ ഇവൻ എവിടെ പോയാലും ഈ ത്രികോണമുള്ള ടീഷർട്ട് ഇടാനേ പറ്റുള്ളൂ, വേറെ ഉടുപ്പ് പറ്റില്ല. കേട്ടോ പറഞ്ഞേ? ഇവനെ കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളണം, അവനൊരു ക്രിമിനലാണ്. കടകമ്പോളങ്ങളിലൊക്കെ അവൻ വരുമ്പോൾ മറ്റാളുകൾ ഇങ്ങനെ ഒരുമിച്ച് നോക്കും. അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ഉടനെ പറയും, അവിടെ നിൽക്ക്, എന്താ വേണം? ഇന്ന സാധനം വേണം, വെയിറ്റ് ചെയ്യ്, കാരണം നീ ഒരു ക്രിമിനലാ. ഇനി ഒരിക്കൽ കൂടി തെറ്റ് ചെയ്താൽ ഒരു ത്രികോണം തിരികെ വരയ്ക്കും. ഇപ്പം ഇതൊരു സ്റ്റാർ പോലായി. എന്നിട്ട് ഈ സ്റ്റാറിൽ എഴുതും ദ സ്റ്റാർ ഓഫ് ഡേവിഡ്, ദാവീദിന്റെ നക്ഷത്രം. കളിയാക്കി വിളിക്കുന്ന ദാവീദിന്റെ നക്ഷത്രമുള്ള ഉടുപ്പിട്ടവനെ കണ്ടാൽ ഓർക്കണം, ഇനി ഒരു ക്ഷമ കൂടി നിനക്കില്ല, തീർന്നു. പൊതുവാഹനങ്ങളിൽ അവന് കയറാൻ പറ്റില്ല, പൊതുനിരത്തുകളിൽ നിൽക്കാൻ പറ്റില്ല.
നിഗൂഢമായ ഏതെങ്കിലും ഇടത്ത് പോയി ജീവിച്ചോണം, വീട് വിട്ട് പുറത്തു പോകരുത്. കർശന ഉപാധിയ. കാലിബറുള്ള കഴിവുള്ള നിരവധി യഹൂദന്മാർ പുറത്തിറങ്ങാനാവാത്ത വിധം വിഷണരായി. അടുത്ത ഘട്ടം, കുട്ടികൾക്ക് നേരെയായി മാനസിക പീഡ. കുട്ടികൾ പരീക്ഷ എഴുതും, 85% മാർക്ക് വാങ്ങി പാസ്സായാൽ അവരുടെ രേഖകൾ എഴുതും 40%. വേറൊന്നുമല്ല, ഇവന്മാർ കോപ്പി അടിക്കും എന്നൊരു മുൻവിധി. നിങ്ങളൊന്ന് നേരെ പരീക്ഷ എഴുതി ജയിക്കുന്നവരല്ല, പിന്നെന്താ കോപ്പിയാ. എന്താ കാരണം? ബിക്കോസ് യു ആർ എ ജൂ. കുട്ടികൾ തമ്മിൽ കലഹമുണ്ടായാൽ മറുഭാഗം കേൾക്കാതെ വിധി പറയും, നീ ഒരു ജൂവാ, ജൂവിന്റെ മകനാ, യഹൂദന്റെ മകനാ, അതുകൊണ്ട് നീ ജനിച്ചതേ മിസ്റ്റേക്കില്ല, യേശുവിനെ ക്രൂശിച്ച വർഗമല്ലേ, പിന്നെങ്ങനെ നീ ശരിയാകും? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചു. ക്രൈസ്തവ സ്ഥാപനങ്ങൾ വരെ മനുഷ്യാവകാശങ്ങൾ നിഷേധിച്ചു. അതുകൊണ്ട് അവന് തീരെ മോശമായില്ല. കാരണം നമ്മുടെ കൊച്ച് 85 ജയിക്കുമ്പോൾ അവൻ അത്ര ഓടിയെത്താൻ, നമ്മുടെ കൊച്ച് 40 ജയിക്കുമ്പോൾ അവൻ 85 വേണം. പക്ഷെ അങ്ങനെ ഉണ്ടായ ചില പ്രൊഡക്ഷൻ്റെ പേര് ഞാൻ നിങ്ങളോട് പറയാം. അങ്ങനെ ഉണ്ടായ ഒരു ജൂതൻ്റെ പേരാ ആൽബർട്ട് ഐൻസ്റ്റീൻ. അങ്ങനെ ഉണ്ടായ ഒരുത്തൻ്റെ പേരാ സിഗ്മണ്ട് ഫ്രോയിഡ്. അങ്ങനെ ഉണ്ടായ ഒരുവൻ്റെ പേരാ കാൽ മാർക്സ്. അങ്ങനെ ഉണ്ടായ ഒരുവൻ്റെ പേരാ ബീതോവൻ, മ്യൂസീഷ്യൻ. മനസ്സിലായോ? ചില പണി കൊടുത്താൽ ഇങ്ങനെ അവനായിത്തീരും. മനസ്സിലായോ? അതുകൊണ്ട് ചിലത് ചവിട്ടി ഒതുക്കാൻ വന്നാൽ രണ്ട് ഇങ്ങനൊരു വഴിയുണ്ടെന്ന് ഓർത്തോണം. പിടികിട്ടിയോ? ആ മാർക്ക് കുറച്ച് ഒപ്പിച്ച് തരിപ്പണമാക്കാൻ തീരെ പീഡ. ഇതുപോലെയുള്ള ആഡിറ്റോറിയങ്ങളിൽ എനിക്കൊന്ന് ഇവിടെ 500-600 പേർക്ക് ഇരിക്കാം. 1000 പേരെ കൂട്ടിക്കോ. 1000 പേരെ ഇരുത്താവുന്ന ആഡിറ്റോറിയങ്ങളിലേക്ക് 10,000-5000 പേരെ കുത്തി നിറയ്ക്കും ജൂതന്മാരെ. സകല ഷട്ടറും അടയ്ക്കും. ഇതിനകത്തേക്ക് നെർവസ് ഗ്യാസ് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം വാതകം പമ്പ് ചെയ്യും. എന്താ നെർവസ് ഗ്യാസ് വെച്ചാൽ, മെലിഞ്ഞുണങ്ങിയ മനുഷ്യനും തടിച്ചു വീർക്കും. ഞരമ്പൊക്കെ PVC പൈപ്പ് കണക്കെ വികസിക്കും. ആൾ വീർത്ത് പൊട്ടി മരിക്കും. നെർവസ് ഗ്യാസ്, മാരകമായ വിഷപ്പുകകൾ ഇതിനകത്തേക്ക് കടത്തിവിട്ട് ആളുകൾ മരിക്കും. മരിച്ച ജൂതന്റെ ശരീരം കത്തിച്ചെടുക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി കിട്ടുന്ന അതിൻ്റെ ഈ കൊഴുപ്പുണ്ടല്ലോ, അത് മാറ്റിവെക്കും. ഇന്ധനമുണ്ടാക്കാമോ എന്ന പരീക്ഷണത്തിന്. സെക്കൻഡ് ക്വാളിറ്റി മാറ്റിവെക്കും സോപ്പ് ഉണ്ടാക്കാൻ. തേർഡ് ക്വാളിറ്റി മാറ്റിവെക്കും ജൈവാവശിഷ്ടങ്ങൾ മാറ്റിവെക്കും വളത്തിന്. ഹിറ്റ്ലറും മുസോളിനിയും റഷ്യയിലെ സർച്ചക്രവർത്തിമാരും 1-2 പേരെയല്ല, ഹിറ്റ്ലർ മാത്രം കൊന്നൊടുക്കിയത് 1,10,00,000 പേരെ. 1,10,00,000 പേരെ ഹിറ്റ്ലർ കൊന്നൊടുക്കിയതിൽ 60 ലക്ഷവും യഹൂദന്മാർ. 60 ലക്ഷം ജൂതന്മാരെ കൊന്നൊടുക്കി ഹിറ്റ്ലർ. സ്ത്രീകളെയും മറ്റും കൊന്നതും പീഡിപ്പിച്ചതുമായ ചരിത്രം ഒരു പൊതുജന സമക്ഷം പ്രസംഗിച്ചുകൂടാ. ഗർഭവതികളായ സ്ത്രീകളുടെ ഉദരം പിളർന്ന് ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കും. ആ ഗർഭസ്ഥ ശിശുവിനെ ഇടിച്ച് പരിവപ്പെടുത്തി ലിക്വിഡാക്കി മാറ്റി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കി യൂറോപ്പിന്റെ വിപണിയിൽ വിറ്റഴിച്ചു ഹിറ്റ്ലർ. താരതമ്യേന സുന്ദരന്മാരായ യഹൂദന്മാർ റോസ് നിറവും കോതമ്പ് നിറവും ഇടകലർന്ന അവരുടെ ത്വക്ക് കൊന്ന ശേഷം ഉരിഞ്ഞെടുത്ത് വാനിറ്റി ബാഗുകൾ ഉണ്ടാക്കി മാനുകളുടെ തോൽ എന്ന വ്യാജേന യൂറോപ്പിന്റെ വിപണിയിൽ വിറ്റഴിച്ചു ഹിറ്റ്ലർ. മനസ്സിലാകുന്നുണ്ടോ? വെറുതെ അല്ല ഇതൊക്കെ. അതിനൊരു കാരണമുണ്ട്, പറയാം. യേശുവിനെ വിചാരണ ചെയ്യുന്ന വേളയിലെ നസ്രായനായ യേശുവിനെ നിർത്തിയിട്ട് പീലാത്തോസ് ഒരു ചോദ്യം അവന്റെ മുഖത്തേക്ക് ആദ്യം നോക്കി ചോദിച്ചു, ഓ യേസൂസ് നാസറിൻ ഓഹൈ മീ ബെസലിയൂസ് യേസൂസ്. ഓ നസ്രായനായ യേശുവേ, നീ രാജാവാണോ? എന്താ പറഞ്ഞാൽ മതി? നമ്മളെല്ലാം പറയും രാജാവാന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ സാർ ഉദ്ദേശിച്ച പോലെ അല്ല. സാർ ഉദ്ദേശിച്ച എൻ്റെ വ്യാഖ്യാനം വേറെ. ഞാൻ പറഞ്ഞു വന്നത് രാജാവാ, പക്ഷേ രാജാവല്ല. ഉണ്ടല്ലോ, അതായത് അതിൻ്റെതായിരിക്കുന്നതായിട്ടുള്ളതായ എന്തായാലും പറയുക, ഞാൻ രാജാവാ പക്ഷേ നീ ഉദ്ദേശിച്ച പോലെ അല്ല. സാറ് നോക്കിയാൽ ഞാൻ നികുതി പിരിക്കുകയോ അലമ്പുണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്രസംഗത്തിൽ ഞാനൊരു രാജാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാർ ഉദ്ദേശിച്ച പോലെ അല്ല. സാറ് തന്നെയാണ് രാജാവ്. ആ മുഖതേജസ് കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ സാറിനെ പോലൊരു രാജാവ് ഉണ്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, യേശുവിനെ നോക്കി അവൻ ചോദിച്ചു, ഓ യേസൂസ്, ഓ യേസൂസ് നാസറിൻ ഓഹൈ മീ ബെസലിയൂസ് യേസൂസ്. നസ്രയനായ യേശുവേ, നീ രാജാവാണോ? യേശുവിന്റെ മറുപടി, ഹോ പൊന്തിയൂസ് പിലാത്തോസ്, റോമൻ ഗവർണർ, റോമൻ പ്രൊക്യുറേറ്റർ, പിലാത്തോസ് ആകുന്നു. പിലാത്തോസേ, ഞാനാകുന്നു
ഞാനാകുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു, എനിക്ക് തുല്യനായി ഒരുവനുമില്ല. കോടതി മുറിക്കുള്ളിൽ സ്വരമിടാത്തവൻ, അടിപതറാത്തവൻ, ചങ്കുറപ്പുള്ളവൻ, ധൈര്യശാലി, അവനെ ചൂണ്ടിക്കാട്ടിയ ഞങ്ങളും വിളിച്ചു പറയുന്നത് ഇവൻ ഞങ്ങളുടെ അഭിമാനിയാണ്, ഇവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു. അടിപതറാത്തവൻ, അവനെ നോക്കി പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ഈ നീതിമാനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. അതുകൊണ്ട് ജനം വിളിച്ചു പറഞ്ഞു, പറ്റുകയില്ല, ക്രൂശിക്കണം. ക്രൂശിക്കാൻ എത്ര വിട്ടവൻ കുറ്റബോധം കൊണ്ട് പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. കേട്ട അച്ചായന്മാരൊക്കെ മുണ്ടുപൊക്കി നന്നായി തെറുത്തുടുത്തുകൊണ്ട് ചുവട് ഒപ്പിച്ച് മുമ്പോട്ട് വന്നില്ലേ? വന്നിട്ട് പറയാ, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വരട്ടെ. റഷ്യൻ ചക്രവർത്തിമാർ, സച്ചക്രവർത്തിമാരും, മുസോളിനി ഇറ്റലിയിൽ, ജർമ്മനിയിൽ ഹിറ്റ്ലർ, യഹൂദ സഹസ്രങ്ങളെ കൊന്നുമുടിച്ച ചോര കൊണ്ട് യൂറോപ്പിന്റെ താഴ്വര മുഴുവൻ ചോര കൊണ്ട് നിറച്ചും കിടങ്ങറ മുഴുവൻ അസ്ഥികൂടം നിറച്ചും ലക്ഷക്കണക്കിനായി വരുന്ന യഹൂദനെ കൊന്നുമുടിച്ചപ്പോൾ ചിലക്കാ രക്തം ശാപത്തിന് ഹേതുവായെങ്കിൽ ഞങ്ങളും വിളിച്ചു പറയുന്നു, അവന്റെ രക്തമാ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറയ്ക്കും അഭിമാനം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പ് കരഗതമാക്കാത്ത ഒരാളെങ്കിലും ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഹല്ലേലൂയ. ചുരുക്കത്തിൽ ലോകം മൊത്തം ചിതറിയ യഹൂദന് എല്ലാ വഴികളും തകർന്നു. അവൻ ഇത്രയും പോയിടത്തെല്ലാം പീഡിപ്പിക്കപ്പെട്ടെങ്കിലും അവനെ തൊടാതെ, അവനൊരു ദോഷവും ചെയ്യാതെ അവനെ പരിപാലിച്ച ഒറ്റ രാജ്യമേ ലോകത്തുള്ളൂ. ഏതാന്ന് പറയോ? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല, നമ്മൾ കേരളം. കാരണം അന്ന് ഒത്തിരി നാട്ടുരാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ നമുക്ക് വേറിട്ടങ്ങ് പറയാം. അങ്ങനെ എല്ലാവരും വന്ന് പറ്റുപടി കൂടെ ഉണ്ടെന്നേ. അതൊക്കെ ചരിത്രം ഒത്തിരി ഉണ്ട്. ഞാനിത് ഒരു ആഗസ്റ്റ് 15 എവിടെയോ പ്രസംഗിച്ചത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ആ കാര്യമെല്ലാം പറയുന്നുണ്ട്. ഇത്തവണ ആഗസ്റ്റ് 15 പ്രസംഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ലൈവിലുണ്ടാകും. ഇത്തരം ലൈവുകൾ ആവശ്യമുള്ളവർ എന്നെ ഒന്ന് കണ്ടിട്ട് പോയാൽ മതി. ഞാൻ അതിനുള്ള സംവിധാനങ്ങൾ കൂടി പറയാം. ഒക്കെ മുമ്പോട്ട് പോകാം. ഇങ്ങനെയുള്ള ജൂതന്മാർ പോയിടത്തെല്ലാം ആക്രമിക്കപ്പെട്ടപ്പോൾ അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ചിലർ സമ്പന്നരായി കഴിഞ്ഞിരുന്നു. അവരൊരുമിച്ച് കൂടി ചിന്തിച്ചു, എന്താ ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കപ്പെടുന്നത്? അതുകൊണ്ട് ഏത് രാജ്യത്ത് ചെന്നാലും ആക്രമണമാണെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ ഇനി ഒരു വഴിയുണ്ട്, അത് തിരഞ്ഞെടുക്കണം. പണ്ടങ്ങോ ഞങ്ങളുടെ പൂർവികരെ പുറത്താക്കി തള്ളിവിട്ട പഴയ പാലസ്തീൻ തിരിച്ചു പിടിക്കണം. മനസ്സിലായോ? AD 123 ഹദ്രൻ പുറത്താക്കിയ നാട്ടിലേക്ക് തിരിച്ചു ചെന്നാൽ അവർക്ക് കിട്ടുമോ? കിട്ടില്ല. കാരണം അന്ന് ആ സ്ഥലം ഓട്ടോമൻ തുർക്കികളുടെ കയ്യിലാണ്. തുർക്കികളുടെ ഭരണാധികാരി ഒരു ഹുസൈൻ ചക്രവർത്തി ഉണ്ടായിരുന്നു. ഒരു നിവേദക സംഘം ചെന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ വിശാലമായ സാമ്രാജ്യത്തിൽ ഒരു 120 മൈൽ സ്ഥലം ആർക്കും കൊള്ളാതെ കിടപ്പുണ്ട്. മരുഭൂമിയാണ്. അത് ഞങ്ങൾക്ക് തന്നാൽ വെറുതെ തരണ്ട, ചോദിക്കുന്ന വില $ആക്കി പമ്പ് ചെയ്തങ്ങോട്ട് തരാമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ല സൗജന്യം വേണ്ട. കാരണം ഞങ്ങൾക്ക് ഒരുമിച്ച് പാർക്കണം, ഞങ്ങളുടെ ആളുകൾ പീഡിപ്പിക്കപ്പെടുക. ചക്രവർത്തി പറഞ്ഞു, തരാം. അതിന് പണമൊന്നും വേണ്ട, സൗജന്യമായിട്ട് തരാം. ഒരു വ്യവസ്ഥ, മക്കള് ഒലിവുമല കണ്ടിട്ടുണ്ടോ? ഉവ്വ്. ഒലിവുമലയുടെ മുകളിൽ നിന്നുകൊണ്ട് അങ്ങ് വടക്കോട്ട് നോക്കുമ്പോൾ ദൂരെ ഹെർമോന്യമലയുടെ മുകളിൽ നിന്നൊരു നീരൊഴുക്ക് വന്ന് ഗലീലിയ തടാകമായി രൂപപ്പെടുന്ന കണ്ടു. ആ ഗലീലിയ തടാകത്തിൽ നിന്ന് ഒരു നീരൊഴുക്ക് വന്ന് ചാവുകടലിൽ ചേരുന്ന കണ്ടല്ലോ. എന്താ അതിൻ്റെ പേര്? യോർദാൻ. ഈ യോർദാനും ഒലിവുമലയും തമ്മിൽ പൊക്കം കൊണ്ട് വ്യത്യാസമുണ്ടോ മക്കളെ? ഉണ്ട്. എത്ര പൊക്കം വരും? ഒരു 600, 700, 800, 1000 അടിയോളം വരും. മക്കളെ, ഈ യോർദാനിലെ വെള്ളം എന്നെങ്കിലും ഒഴുകി ഒലിവുമലയുടെ മുകളിൽ കിടക്കുന്ന ഒരു കാലം വന്നാൽ അന്ന് തരാം. പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? പിന്നെയും ചില തല പറഞ്ഞ് അവിടെ നിൽക്കുക. എന്നാച്ചാ അതൊക്കെ കിട്ടുന്ന പറ. അവർ തിരിഞ്ഞു നടന്നു. ഒത്തിരി കഥകളുണ്ട്, ഞാൻ മുഴുവൻ നീട്ടുന്നില്ല. ആ കൂടെ ഒരു യഹൂദ വിദ്യാർത്ഥി ഉണ്ടായിരുന്നു നിവേദക സംഘത്തിൽ. അവൻ തിരിഞ്ഞു നിന്ന്, പ്രഭോ, അങ്ങ് കളിയാക്കി അയക്കുക അറിയാം, പക്ഷെ ഞങ്ങളുടെ ആവശ്യകതയുമായി തുലനം ചെയ്യുമ്പോൾ അതും സംഭവിക്കും എന്ന് വിശ്വസിക്കാനാ ഞങ്ങൾക്കിഷ്ടം. അങ്ങനെ സംഭവിച്ചാൽ അങ്ങ് വാക്ക് പാലിക്കണം. മനസ്സിലായോ? ഇതൊരു 15 അടി കാണും ഈ പൊക്കം.
അപ്പോൾ 1000 അടി പൊക്കത്തിൽ വെള്ളം കയറുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റണം. ഈ പയ്യൻ പറയാ, പ്രഭോ ഇത് വെറുതെ വിശ്വസിക്കല്ല, പൊട്ടിച്ചിരിക്കുന്ന സാഗര തരംഗങ്ങൾക്ക് നടുവിൽ വിറയാർന്ന കരങ്ങൾ കൊണ്ടൊരു വടി നീട്ടിപ്പിടിച്ച ഞങ്ങളുടെ പൂർവികൻ ചെങ്കടലിനെ 2ആയി വെട്ടിപ്പിളർന്ന് വഴിയുണ്ടാക്കി ഇക്കര കടന്നു വന്ന അനുഭവമുള്ളവരാ ഞങ്ങൾ. തളം തല്ലിയാക്കുന്ന യോർദാന്റെ നെറുകയിലൂടെ പുതുവഴി തെറ്റിച്ചു വന്നവരാ ഞങ്ങൾ. ഉയർന്നു നിൽക്കുന്ന വലിയ എരിയോ കോട്ട ഇടിച്ചു തകർത്ത് ജയവേരി മുഴക്കി വരുമ്പോൾ ഞങ്ങളുടെ പൂർവികൻ ഇതാ ആകാശത്തിലേക്ക് നോക്കി സൂര്യചന്ദ്രന്മാരെ കണ്ടിട്ട്, സൂര്യ നീ അയ്യാലോൻ, സൂര്യ നീ ഗിബയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഭ്രമണപഥത്തിന്റെ ഗതിയും തിരിച്ചുവിട്ട പ്രാർത്ഥനാ മനുഷ്യരുടെ കൊച്ചുമക്കളാ ഞങ്ങളെങ്കിൽ ചരിത്രം വഴിമാറും, പ്രകൃതി വഴിമാറും, സ്ഥിതിഗതിക്ക് വേദം വരുമെങ്കിൽ ഈ രാത്രി വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിലെ ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല, ഈ പുസ്തകം പ്രതിപാദിക്കുന്ന ദൈവത്തെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല എന്ന ആ സത്യം ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് യുഗപുരുഷനായ ക്രിസ്തുവിനെ ഉയർത്തിക്കട്ടി പറയാ, അവനിലൂടെയാണ് മനുഷ്യരാശിയുടെ രക്ഷ, മനുഷ്യരാശിയുടെ വിമോചനം. ഹല്ലേലൂയ. എനിക്ക് ഉപസംഹരിക്കണം, ശ്രദ്ധിക്കണേ. ഇതാ അങ്ങനെ സംഭവിച്ചു. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ലോകം 2 ശാക്തിക ചേരികളിലായി. ബ്രിട്ടനും അമേരിക്കയും റഷ്യയും ഒക്കെ ചേരുന്ന ഒരു സേന, അതിനെ വിളിക്കും അലയൻസ് പവർ അഥവാ സഖ്യശക്തികൾ. അപ്പുറത്ത് ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ഉള്ള അച്ചുതണ്ട് ശക്തികൾ, ഹിറ്റ്ലറൊക്കെ നയിക്കുന്ന സേനയാണ്. അടിമുത്തു. ആദ്യഘട്ടമൊക്കെ വിജയം ബ്രിട്ടനായിരുന്നു. ഒടുവിൽ ജർമ്മനി കളം തിരിച്ചു പിടിച്ചു. യുദ്ധമുഖത്ത് ബ്രിട്ടൻ പതറി തുടങ്ങി. കാരണം മറ്റൊന്നല്ല, യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകാൻ സ്വാഭാവിക വെടിമരുന്ന് തീർന്നിരിക്കുന്നു. നാശം വിതയ്ക്കുന്ന ജർമ്മൻ പട്ടാളം ബ്രിട്ടനിലും പരിസരത്തും റഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിക്ക് അടുത്ത് വരെ വന്ന് അക്രമം അഴിച്ചുവിട്ട് മുന്നേറുമ്പോൾ വെടിമരുന്നിന് ക്ഷാമം ആകെ പ്രശ്നമായപ്പോൾ അവർ കിട്ടു. പ്രസിദ്ധനായ ചെയിൻ ബേസ്മാന്റെ ഒരു കണ്ടുപിടുത്തം, ഉഗ്രസ്ഫോടക ശേഷിയുള്ള ഒരു കെമിക്കൽ അദ്ദേഹം കണ്ടുപിടിച്ചു. യുദ്ധമുഖത്ത് ഇത് കിട്ടിയാൽ ഇത് പ്രയോജനപ്പെടും. യഹൂദനായ ചെയിൻ ബേസ്മാനെ വരുത്തി. ബേസ്മാൻ, യുദ്ധം നമുക്ക് വിജയിക്കണം, ഇത് ഞങ്ങൾക്ക് തരണം. ഇതൊന്നും പറയാൻ നേരം പോരാ. ബേസ്മാൻ സമ്മതിച്ചു. പ്രത്യുപകാരമായി ഞങ്ങൾക്ക് പാലസ്തീൻ തിരിച്ചു കിട്ടണം. സമ്മതിച്ചു. യുദ്ധം ജയിച്ചു ബ്രിട്ടൻ. ഞാൻ പറഞ്ഞത്ര വേഗത്തിലൊന്നും അല്ല, നമ്മുടെ സമയക്കുറവുകൊണ്ടാണ്. സമയക്കുറവുകൊണ്ട് ഞാൻ ജയിപ്പിച്ച യുദ്ധമല്ലേ, എന്തിനാ ഒത്തിരി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. പ്രശ്നം തീരട്ടെ. ചിലത് പറഞ്ഞിട്ട് നീട്ടും, അതുകൊണ്ട് നമ്മളത് അങ്ങനെ ചുരുക്കിയതാണ്. ബ്രിട്ടൻ യുദ്ധം ജയിച്ചപ്പോൾ പാലസ്തീൻ പിടിക്കാൻ ബ്രിട്ടൻ ഏൽപ്പിച്ചത് അല്ലൻബി എന്നു പേരായ ഒരു ആംഗ്ലിക്കൻ വിശ്വാസിയായ ക്യാപ്റ്റനെയാണ്. ബ്രിട്ടീഷ് ജനറൽ അല്ലൻബി. ഇന്നുമുണ്ട് യോർദാന് കുറുകെ ഒരു അല്ലൻബി പാലം. അല്ലൻബിയും സേനാംഗങ്ങളും ഒലിവുമലയുടെ മുകളിലെത്തി. ബൈനോക്കുലർ കൊണ്ട് താഴേക്ക് നോക്കിയപ്പോൾ ഇതാ തകർന്നടിഞ്ഞു കിടക്കുന്നു യെരുശലേം. ആരും തകർക്കാതിരിക്കുന്നു കിഴക്കേ വാതിൽ. ഈ സ്ഥലമെല്ലാം കണ്ടപ്പോൾ ബൈബിൾ വായിച്ച് ശീലിച്ച അല്ലൻബിക്കൊരു ഓർമ്മ, ഇതല്ലേ എൻ്റെ മഹാരാജാവിൻ്റെ നഗരം, ഇവിടെയല്ലേ എൻ്റെ കർത്താവ് മാരക മരക്കുരിശിൽ പ്രാണനെ വെടിഞ്ഞ സ്ഥലം, അവൻ്റെ ചോരപ്പാടുകൾ വീണ ഈ സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ എനിക്ക് ആക്കം പോരാ. കൺട്രോൾ റൂമിലേക്ക് അറിയിച്ചു, എന്നെ ഒന്ന് മടക്കി വിളിക്കണം. മറുപടി, അല്ലൻബി നിങ്ങൾ തന്നെ ഇത് നിർവഹിക്കണം, മാറ്റാനൊക്കില്ല. അല്ലൻബിയുടെ ആവശ്യം ഒറ്റ കണ്ടീഷൻ, ചോര ചൊരിയാതെ വെടിവെക്കാതെ ഇവറ്റകളെ ഒഴിപ്പിക്കാൻ എനിക്ക് സമയം കൂടുതൽ തരണം. അല്ലൻബിയുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് അറിയാവുന്ന മേധാവി മറുപടി കൊടുത്തു, മിസ്റ്റർ അല്ലൻബി നിങ്ങൾ പ്രാർത്ഥിക്കൂ, വേണ്ടത് ചെയ്തുകൊള്ളൂ, സമയം അനുവദിച്ചിരിക്കുന്നു. തനിക്കും തൻ്റെ പട്ടാള സഹപ്രവർത്തകർക്കും ചില ദിവസങ്ങൾ ക്യാമ്പ് ചെയ്യണം. പട്ടാള ബാരാക്കുകൾ സജ്ജീകരിച്ചു, ക്യാമ്പുകൾ റെഡിയായി. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വെള്ളം വേണം. 3 പോളിത്തീൻ കൊണ്ടുള്ള പട്ടാളക്കാരുടെ പ്രത്യേക ടാങ്കുകൾ സജ്ജീകരിച്ചു. 3 പമ്പ് വെച്ച് വെള്ളം നിറച്ച് ഒലിവുമലയുടെ മീതെയും വെള്ളം എത്തിച്ചു. അവിടുത്തെ വെള്ളം യോർദാനിലെ വെള്ളം. യോർദാനിലെ വെള്ളം ടാങ്കിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കെട്ട വെല്ലുവിളിക്ക് മറുപടിയായി, ഈ പുസ്തകത്തിലെ ദൈവത്തോട് കളിക്കരുത്, വെല്ലുവിളിക്കാൻ പോകരുത്. ഉന്നതന് മീതെ ഒരു ഉന്നതനും അതിന് മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. മഹാദൈവത്തിന്റെ ശബ്ദം. ആ ദൈവത്തോട് മസിൽ പിടിക്കാൻ പോകില്ല. ദുർബല മനുഷ്യ, നീ നിസാരൻ, നിനക്ക് ജയിക്കാനാവില്ല, ഞാൻ ഉറപ്പു തരാം. ഒറ്റ വഴിയെ നിന്റെ മുമ്പിലൂടെ കീഴടങ്ങുക, അവന്റെ കരുണ നിനക്ക് ലഭിക്കും.
അവന്റെ കരുണ മാത്രമല്ല, ഇതുവരെ കിട്ടാത്ത ജീവിതത്തിന്റെ ആനന്ദം, ലക്ഷ്യബോധം നിനക്ക് തരാൻ ഈ പുസ്തകവും അത് വെത്തുന്ന ദൈവവും മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. എന്തേ പറഞ്ഞു? യുദ്ധം അവർ ജയിക്കേ. അല്ലൻബി ഒരു ബൈപോളാർ ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പാഞ്ഞു. താഴേക്കൊരു അറിയിപ്പ് കൊടുത്തു, കീഴടങ്ങുക, ഇല്ലെങ്കിൽ ഞങ്ങൾ വെടിവെക്കും. അല്ലൻബിയുടെ ഹെലികോപ്റ്റർ ഇങ്ങനെ പായുമ്പോൾ റഷ്യ അയച്ചു കൊടുത്തൊരു സഹായക വിമാനം പാലസ്തീന് ചുറ്റും വട്ടം കറങ്ങി പറന്നു. ഈ സമയത്ത് അമേരിക്ക അയച്ചു കൊടുത്ത മറ്റൊരു വിമാനം ആന്റി ക്ലോക്ക് വൈസിൽ തിരികെ പറന്നപ്പോൾ 2 വിമാനങ്ങൾക്ക് നടുവിലൂടെ അല്ലൻബിയുടെ ബൈപോളാർ ഹെലികോപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കുതിച്ചു പായുമ്പോൾ പ്രവാചകൻ ഈ പുസ്തകത്തിൽ എഴുതിവെച്ച മറ്റൊരു പ്രവചനം കൂടി നിറവേറി. അന്നാളിൽ പക്ഷി ചുറ്റിപ്പറന്നു കാക്കും പോലെ ഞാൻ യെരൂശലേമിനെ കാത്തുകൊള്ളും. പക്ഷി പറന്ന് തന്റെ കൂടിനെ കാത്തു സൂക്ഷിക്കും പോലെ യെരൂശലേമിനെ കാത്തുകൊള്ളുന്ന സന്ദർശനത്തിന്റെ സമയം ഇതാ വന്നിരിക്കുന്നു എന്ന പ്രവചനം നിറവേറിക്കൊണ്ട് അന്ന് യെരൂശലേമും പാലസ്തീനും പിടിക്കപ്പെട്ടു. അന്ന് മുതൽ യഹൂദന് ഈ സ്ഥലത്തേക്ക് തിരികെ ചെല്ലാനുള്ള അനുവാദം കിട്ടി. ആ തിരികെയുള്ള വരവൊക്കെ പ്രവചന പുസ്തകങ്ങളോട് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജൂതൻ നാട്ടിലേക്ക് തിരിച്ചെത്തി. തങ്ങൾ വിറ്റഴിക്കുന്ന ഭൂമിയുടെ വില മനസ്സിലാക്കാതെ പാലസ്തീനികൾ സ്ഥലം വിറ്റും വിൽക്കാത്തവന്റെ വക്കൽ നിന്ന് പിടിച്ചു വാങ്ങിയും ഒത്തിരി പോകണ്ട, ഒട്ടകത്തിന് ഇടം കൊടുത്തു എന്ന കഥ പോലെ പാവം പാലസ്തീനികൾ കൊടുത്ത് സ്ഥലം മുഴുവൻ പോയി. അതാ പാലസ്തീനികൾ ഇന്ന് നേരിടുന്നത്. 48 മെയ് 14 ലോകരാഷ്ട്രങ്ങളുടെയെല്ലാം അവഗണനയും വെറുപ്പിനെയും ഉൾക്കൊണ്ടുകൊണ്ട് അവൻ പ്രഖ്യാപിച്ചു, ഇന്നു മുതൽ ഞങ്ങളും സ്വതന്ത്രവും പരമാധികാരവുമുള്ള ഒരു രാഷ്ട്രമാണ്. ഹല്ലേലൂയ. ആ രാഷ്ട്രം ലോകത്തിന്റെ ഭൂപടത്തിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ലോകത്തേറ്റവും അധികം ആയുധം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ന് ഇസ്രയേലാണ്. അവരുടെ ഏറ്റവും അധികം ആയുധം വാങ്ങുന്നത് നമ്മൾ ഇന്ത്യയാണ്. അതിൻ്റെയൊക്കെ രാഷ്ട്രീയം മറ്റൊരു ഘട്ടത്തിൽ പറയാം. സമയപരിധി കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, ചരിത്രത്തിലേക്കുള്ള ജൂതന്റെ തിരിച്ചുവരവ് ഈ പുസ്തകം പറഞ്ഞ ഒരു വസ്തുത ബോധ്യപ്പെടുത്തി തരികയാണ്. ആ രാഷ്ട്രത്തിന്റെ തിരിച്ചുവരവും അനുബന്ധ സംഭവങ്ങളും പഠിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ദേവാലയത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു ദേവാലയം തിരിച്ചു വരണം എന്ന ദൈവപ്രവൃത്തി വീണ്ടും യാഥാർത്ഥ്യമാക്കും. പക്ഷേ ആ ദേവാലയം തന്ത്രപൂർവ്വം കീഴടക്കുന്ന, അന്ന് ഉദയം ചെയ്യാനിരിക്കുന്ന ഒരു ഏകാധിപതി ഇസ്രയേൽ എന്ന ആ ജനതയെ മുഴുവൻ നിശേഷം നിഗ്രഹിച്ചും നശിപ്പിക്കാൻ പദ്ധതിയിട്ട് 666 എന്ന മാന്ത്രിക സംഖ്യയിലൂടെ എല്ലാത്തരം ഇടപാടുകളും തന്റെ കസ്റ്റഡിയിൽ നിയന്ത്രിക്കുന്ന ഘട്ടം വരുമ്പോൾ പരാജയം മണക്കുന്ന യഹൂദ ജനസഹസ്രങ്ങൾ തോറ്റു തുന്നം പാടുന്ന ആ ജീവിതത്തിന്റെ മുനമ്പത്ത് വെച്ച് ദൈവമുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിട്ടില്ല, കേൾപ്പാൻ വയ്യാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. അന്നാളിൽ അവന്റെ പുനരാഗമനത്തിന്റെ 2ാം ഘട്ടം യാഥാർത്ഥ്യമാക്കും. ആദ്യഘട്ടം തന്റെ തിരുസഭയ്ക്കായുള്ള രഹസ്യവരവ്, അടുത്ത ഘട്ടം യഹൂദ സമൂഹത്തിന്റെ അത്തരം പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ പാവന പാദങ്ങൾ ഈ ഒലിവുമലയിൽ ചവിട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി കടന്നു വരും. അവനൊപ്പം കോടാനുകോടി വിശുദ്ധന്മാർ, രക്ഷാനിർണയം പ്രാപിച്ച ദൈവത്തിന്റെ സഭ അവനൊപ്പം കാണും. ആ വരവിൽ അവൻ ഒരിക്കൽ കൂടി കിദ്രോനോട് കടന്നു, താൻ പ്രാർത്ഥിച്ച ഗത്സമാന കടന്നു തന്റെ പിതാവാകുന്ന ദാവീദിൻ നഗരത്തിലേക്ക് പാവന പാദങ്ങൾ ചവിട്ടി കോടാനുകോടി വിശുദ്ധരെയും ചേർത്തുകൊണ്ട് അകത്തേക്ക് വരുന്ന ആ ഘട്ടത്തിൽ നൂറ്റാണ്ടുകളായി സഹസ്രാബ്ദങ്ങളായി അടഞ്ഞുകിടക്കുന്ന യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ അവന്റെ മുമ്പാകെ മലക്കത്തുറക്കുന്ന വാതിലിന്റെ ഗർജനം കണ്ട് ഒത്തുകൂടുന്ന യഹൂദാ സമൂഹങ്ങൾ ആ വാതിലിന്റെ മുകളിൽ തങ്ങളുടെ മഷികയെ സ്വീകരിപ്പാൻ കാതോർത്ത് കരം നീട്ടി കാത്തിരിക്കെ ദാവീദ് ആത്മാവിൽ ദീർഘദർശനം ചെയ്ത ഒരു വാക്യം നിറവേറും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒരു ഗായക സംഘം പാടും പോലെ പാടും, മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, അവൻ സർവഭൂമിക്കും രാജാവാകും. ഒരു ചാതുര്യ കീർത്തനം പാടുവീ എന്ന വചനം പോലെ ഉലകത്തെ ഭരിക്കുന്ന അജയ്യനായ ദൈവപുരുഷന്റെ സാന്നിധ്യത്തിന് കാലം കാതോർത്തിരിക്കെ ഒരുങ്ങാത്ത ഒരാളെങ്കിലും ഈ ശബ്ദം കേട്ട് കാത്തിരിക്കുന്നെങ്കിൽ, ജീവപ്രതിസന്ധിയുടെ ആഴക്കയത്തിൽ വിടുതലില്ലാതെ വാഴപ്പെടുന്ന രോഗികൾ, ജീവിതത്തെ തകർന്നടിഞ്ഞവർ, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടവർ, ഇതാ ദൈവപുത്രൻ നമ്മുടെ നടുവിൽ രക്ഷിക്കാൻ കഴിയുന്നവനായി സഹായ ഹസ്തം നീട്ടി വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഒത്തി കട്ടിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. കഴിഞ്ഞ 2000 ആണ്ടുകൾ കൊണ്ട് ഉലകത്തെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നയിച്ച ആ മഹാശബ്ദത്തിനും നാമത്തിന് മുമ്പിൽ ഒരു വേള ശിരസ്സുകൾ നമിക്കുക. ഉലകം കേൾക്കട്ടെ ആ മഹത്തര ശബ്ദം. അല്ലയോ കരിപ്രഗ്രാമമേ, ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിൽക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളിൽ ഒരാളെങ്കിലും യേശുവിനെ കൂടാതിരിക്കുന്നെങ്കിൽ, യേശുവേ നീയാണ് പ്രപഞ്ചനാഥൻ, നീയാണ് ഉലക സൃഷ്ടാവ്, നിന്റെ രക്തം കൊണ്ടാണ് നീ ഉലകത്തെ വീണ്ടെടുത്തത്, നീ എൻ്റെ പ്രാണൻ, നീ എൻ്റെ നാഥൻ, ഞാൻ നിന്നെ കർത്താവും രക്ഷിതാവായി ഉൾക്കൊള്ളുന്നു. ദാരിദ്ര്യത്തിന് പുറത്തോ അകത്തോ ആ ബോധ്യമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ
ഹൃദയവും ജീവനും മനസ്സും അവനായി അർപ്പിക്കാം. ഒരു പുതുജീവിതത്തിന് തുടക്കം കുറിക്കാം. ഞാൻ ഒരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗപിതാവേ, ഈ കേട്ട വചനം ഈ ഗ്രാമത്തിന്റെ സന്ദർശനത്തിന് നന്ദിയാക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഈ നാടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മണ്ഡലത്തെ മുഴുവൻ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഉയർത്തപ്പെടുന്ന ഇടത്ത് പാപികളുടെ മാനസാന്തരം, രോഗികളുടെ സൗഖ്യം, പിന്മാറ്റക്കാരുടെ തിരിച്ചുവരവ്, ഇവ സകലത് സംഭവിക്കേണ്ടതിന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഈ നാടിനെ ഏൽപ്പിക്കുന്നു.